He is Chief Minister of the state. He has all the information. If he is saying so, then you should believe it. And we should ask, what action has he taken? If you know that gold is being smuggled for anti-national activities, then whose duty it is to take action against those? You should ask that question. Why action has not been taken so far? It's only after the political fallout that he has come to know about it. This is a serious thing, very serious. Who will take the, I'm asking you, who will take the action? I do not have this access to this information. Chief Minister has this access to this information. Why no? He should come forward and tell us what action has been taken by the government against the gold smugglers who are indulged in anti-national activities. He is holding the reins of power. He can't behave, he can't just talk to the press and take no action. Why action is not being taken? And whose fault it is if action has not been taken? No, this is a very serious matter. I have also read it today only. And when I go back to Trivandrum, I am going to seek a report. Why action? What? No, that is about the phone tapping. But what he has said yesterday or when it appeared in the papers today, yesterday. Yeah, what he has now said is a something of very extremely serious nature. The government knows that there are groups who are smuggling gold to indulge, and they are using that money for anti-national activities. That these smuggling gold is being smuggled and this money is being used for anti-national activities. Is it something recent which the information which they have received, or they know about it since long time? If they know about it since long time, then what action have they taken? നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സർക്കാരിനറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്. സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്നും സർക്കാരിനറിയാം. പിന്നെ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? ചോദ്യം ഗവർണറുടേതാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴല്ല സ്വർണ്ണക്കടത്തിനെ പറ്റിയും അതുവഴി ഉണ്ടാക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും പറയേണ്ടത്. ഗവർണർ കലിപ്പിലാണ്. തിരുവനന്തപുരത്തെത്തിയതും റിപ്പോർട്ട് തേടുമെന്നാണ് സ്വരം കടുപ്പിച്ച് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ സ്വർണ്ണക്കടത്ത് മറച്ചത് എന്തിന്? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, റിട്ടയർഡ് SP സക്കറിയ ജോർജ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഷാജഹാൻ, PV അൻവർ MLA ആരോപിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറുമാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും നിയന്ത്രിക്കുന്നത് എന്നാണ്. മുഖ്യമന്ത്രി പറയുന്നു അൻവറാണ് സ്വർണ്ണക്കടത്ത് സംഘത്തലവനെന്ന്. അല്പം മുമ്പ് കോഴിക്കോട് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുമെന്നാണ്. അത് അൻവറിനെ ഉദ്ദേശിച്ചാണ്, അൻവറിനെ മാത്രം ഉദ്ദേശിച്ചാണ്. കൂടെ നടക്കുമ്പോൾ, കൂടെ കൊണ്ട് നടന്നപ്പോൾ അൻവർ വിശുദ്ധൻ. അൻവർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞാൽ കള്ളക്കടത്തുകാരൻ. സ്വർണ്ണക്കടത്തുകാരൻ എന്നറിഞ്ഞിട്ടും അൻവറെ കൊണ്ട് നടന്നത് കടത്തിൻ്റെ പ്രയോജനം സാമ്പത്തികമായി ലഭിച്ചതുകൊണ്ടല്ലേ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവറും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന മുഖ്യമന്ത്രിയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻവർ ഒരു സാധാരണ ഇടത് സ്വതന്ത്ര MLA, അയാളാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനും എല്ലാ സംവിധാനങ്ങളും തൻ്റെ നിയന്ത്രണത്തിലുള്ള ആ എല്ലാ സംവിധാനങ്ങളെയും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിലും ഒരു മടിയുമില്ലെന്ന് പലതവണ തെളിയിച്ചിട്ടുള്ളതുമായിട്ടുള്ള റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി. അവരാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. ഞാനൊരു സാധാരണ പൊതുപ്രവർത്തകൻ, ഒരു നിരീക്ഷകൻ.
ഞാനിത് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു വശത്ത് നിന്നുകൊണ്ട് PV അൻവർ എന്ന് പറഞ്ഞ ഇയാൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കാര്യകാരണ സഹിതമാണ് അയാൾ ഉന്നയിക്കുന്നത്. അയാൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണ്, ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ അയാൾ കസ്റ്റംസിലായിരുന്നു നേരത്തെ. അയാൾക്ക് കസ്റ്റംസ് ഇരുന്നപ്പോൾ ഒരുപാട് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ പരിചയമുണ്ട്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കരിപ്പൂർ എയർപോർട്ടിലിരുന്ന് സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ കള്ളക്കടത്ത് സ്വർണം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഉടനെ തന്നെ പിടിക്കുന്നതിന് പകരം പിടിക്കാത്ത അവർ പുറത്ത് നിൽക്കുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരെ ഇത് അറിയിച്ചു കഴിയുമ്പോൾ പോലീസുകാരിത് പിടിക്കും. ശരിക്കും പോലീസുകാരിത് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട കസ്റ്റംസ് അവരെ അറിയിക്കേണ്ടതാണ്. അവരത് അറിയിക്കില്ല. ആ പിടിക്കുന്ന പോലീസുകാർ ആ പിടിക്കുന്ന സ്വർണത്തിൻ്റെ പകുതി അവർ കയ്യിലാക്കും. ഇതാണ് കാര്യകാരണ സഹിതം അയാൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പിടിക്കുന്ന സ്വർണത്തിൽ നിന്ന് ഉരുക്കി, അതായത് ഉരുക്കുമ്പം സ്വർണത്തിൻ്റെ അളവ് കുറയുന്ന ഒരു സാങ്കേതിക വിദ്യ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അയാൾ അപ്രൈസർ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം കൊണ്ടുവന്നു. 1 കിലോ ഉരുക്കി കഴിഞ്ഞാൽ ഒരു 250 കിലോ അതിനകത്ത് കുറയുന്ന ഒരു മന്ത്രവിദ്യ അറിയാവുന്ന ആളാണ് ഈ എന്താണ് അവൻ്റെ പേര്, ഉണ്ണി. ആ പാവപ്പെട്ട ഉണ്ണിയുടെ പാവപ്പെട്ട വീടെന്ന് പറഞ്ഞ് അൻവർ കാണിച്ചു 4 കോടി രൂപയുടെ ഒരു വീട്. അയാൾക്ക് 50 കോടി രൂപയുടെ സ്വത്ത് കൊണ്ടോട്ടി തന്നെ ഉണ്ടെന്ന് തെളിയിക്കുകയും പത്രപ്രവർത്തകരെ വേണമെങ്കിൽ ദുബായിൽ പോലും അയാൾക്ക് സ്വത്തുണ്ടെന്ന് പറയുകയും ചെയ്തു അൻവർ. 1. 2, നമ്മുടെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്നും ഈ ADGP അജിത് കുമാർ കൊടുത്ത സ്വർണ്ണക്കള്ളക്കടത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് എനിക്കങ്ങ് പരമദയനീയമാണെന്ന് തോന്നുന്നത് എന്താണെന്നറിയാമോ? 17 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും 8 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ പാവപ്പെട്ടവൻ്റെ പണി എന്താണെന്നറിയാമോ? ഇപ്പോൾ എല്ലാ ദിവസവും അൻവറിന് മറുപടി കൊടുക്കല ജോലി. ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഏതോ AKG സെൻ്റർ എന്ന് പറഞ്ഞ് ഏതോണ്ടൊരു ഹോള് ഉദ്ഘാടനം ചെയ്യുന്ന ഈ 78 വയസ്സുകാരൻ ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ എടുത്തിട്ട് അവയുടെ ഒരു ഗതികേട് നമ്മളൊന്ന് ആലോചിച്ചു. പരമദയനീയം എന്നല്ലാതെ നമ്മളെന്താ പറയുന്നത്. എന്നിട്ട് അയാൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോഴും ഈ അജിത് കുമാർ കൊടുത്ത കണക്ക് ഇങ്ങനെ വായിക്കുകയാണ്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വശത്ത് അൻവർ എന്ന് പറഞ്ഞൊരു MLA അയാൾ കാര്യകാരണ സഹിതം കണക്കുകളുടെയും രേഖകളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ ഉണ്ടാക്കിയിട്ടുള്ള പണത്തിൻ്റെ കാര്യം, സ്വർണം പൊട്ടിക്കലിൻ്റെ കാര്യമൊക്കെ അയാൾ പറയുന്നു. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാം. ഈ അൻവർ ഇടയ്ക്ക് ഒരു ദിവസം ഒരു പോലീസുകാരൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ് കേൾപ്പിച്ചു. ആ ഓഡിയോ ക്ലിപ്പിങ്ങിൽ പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ പോലീസുകാരൻ പറയുകയാണ്, ദുബായിലുള്ള ഈ റീറ്റെയിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റുണ്ട്. കാരണം ആ മാർക്കറ്റിൽ നിന്നാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്. ആ മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ ഏതു മലയാളി അവിടുന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് മേടിച്ചാലും അത് അജിത് സാറിൻ്റെ സെറ്റ് അറിയുമെന്ന്. ഏത് അജിത് സാറിൻ്റെ സെറ്റ്? എന്താണ് ആ പോലീസുകാരൻ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം നമ്മൾ. അതായത് ദുബായിലെ സ്വർണ്ണ ബിസ്ക്കറ്റ് മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുപോകാൻ ഏതു മലയാളി വാങ്ങിയാലും ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള അജിത്ത്, എന്താണ് അവൻ്റെ പേര്, MR അജിത് കുമാറിൻ്റെ ആളുകൾ അറിയൂന്ന്. എങ്ങനെയുണ്ട് നമ്മൾ? ഇതൊക്കെയാണ് ഒരു വശത്ത് നിന്ന് ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇടതുപക്ഷ സ്വതന്ത്ര MLA നമ്മളോട് പറയുന്നത്. അത് നമ്മുടെ മുന്നിലുണ്ട്, ഒരു വിവരമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മറുവശത്ത് നമ്മുടെ ഭരണഘടനാ തലവൻ വന്നിട്ട് പറയുകയാണ് 2021 ഇത്ര സ്വർണം പിടിച്ചു, 2022 ഇത്ര സ്വർണം പിടിച്ചു, 2023 ഇത്ര സ്വർണം പിടിച്ചു എന്ന് കണക്ക് പറഞ്ഞിട്ട് പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൻ്റെ തെളിവ്, അതായത് അൻവർ പറഞ്ഞതിനുള്ള തെളിവ് ഇതാണ്, ഈ സാധനം, ഈ രേഖ, ഇതാണ് ഇയാളുടെ കയ്യിലുള്ള തെളിവ്. ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് അവരുടെ ലജ്ജയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരള മുഖ്യമന്ത്രിക്ക് ലജ്ജയുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം PV അൻവർ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. PV അൻവറിൻ്റെ പോലീസും സംവിധാനങ്ങളൊന്നും ഇല്ലെന്നുള്ള ഉറപ്പാണല്ലോ.
ഇയാളുടെ കയ്യിൽ എല്ലാ സംവിധാനവും ഇല്ലേ? പോലീസ് മുഴുവൻ ഈ പിണറായി വിജയൻ്റെ കൈയുടെ കീഴിലല്ലേ ഉള്ളത്? അയാൾക്ക് ബന്ധമില്ലാത്ത ഏത് ഗൾഫ് രാജ്യമാണ് ഉള്ളത്? എല്ലാ ഗൾഫ് രാജ്യത്തും അയാൾക്ക് അധികൃതവും അനധികൃതവുമായിട്ടുള്ള ബന്ധം കിടക്കുകയല്ലേ? ഇയാൾ മിനിറ്റുകൾ കൊണ്ട് ഈ അൻവറിന് കള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്ന ഒരൊറ്റ അടിയോടെ തീർന്നില്ലേ? അൻവർ പൊട്ടിയില്ലേ? അതെ. എന്നാൽ അൻവർ ഒരു മാസമായി ഈ കണ്ണിക്കണ്ട തെളിവുകളും രേഖകളും എല്ലാം പുറത്തു വിട്ടിട്ടും ഇന്നീ നിമിഷം വരെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ഊതിപ്പൊരിപ്പിച്ച ബലൂണിന് 1/4 പൈസയുടെ തെളിവ്, ഒരു കീറക്കടലാസിൻ്റെ തെളിവ് ഈ PV അൻവറിനെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞാൽ അൻവർ നിലംപരിച്ചായില്ലേ? അതിന് വരെ ഈ പാവപ്പെട്ടവൻ ഇപ്പോഴും ഈ അജിത് കുമാർ വിളിച്ചു പറയുന്ന കുറേ കണക്കുകൾ, കുറേ കണക്കുകൾ ഇയാൾ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചാൽ ആർക്കാണ് പൊള്ളുന്നത്? ആർക്കാണ് പൊള്ളിയത്? ആർക്കും പൊള്ളിയിട്ടില്ല ഇവിടെ. ഇനി എന്താ PV അൻവർ പറയുന്നത്? അയാൾ പറയുന്നത് 188 കേസുകൾ മലപ്പുറത്ത് പിടിച്ചു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, അജിത് കുമാർ കൊടുത്ത കണക്ക്. ആ 188 കേസുകൾ, അതായത് സർക്കാർ പിടിച്ച 188 കേസുകൾ സംബന്ധിച്ച് ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോയെന്നാണ് അയാൾ വെല്ലുവിളിച്ചിട്ടുള്ളത്. അത് ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിന് പകരം ഇയാൾ എന്തോ പാമ്പ് പിടിച്ചവന് 78 വയസ്സുകാരൻ, എനിക്കൊന്ന് വല്ല രോഗത്തും കൊണ്ടാണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ പിച്ചും പേയും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇന്നും കണക്ക് വായിക്കുകയാണ്. ഞാൻ ആ ഹിന്ദുവിൻ്റെ കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രം അടച്ചുപൂട്ടണമെന്ന് ആളുകൾക്ക് തോന്നും. ആ എഡിറ്ററുടെ വിശദീകരണം കണ്ടില്ലേ? എന്തൊരു അസംബന്ധം. PR ഏജൻസിയുടെ 2 പേര് കൂടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ പണി തുടങ്ങിയിട്ട് 10-27 വർഷമായി. കൂടെ PR ഏജൻസിയുടെ ആളെയും കൊണ്ടാണ് പോകുന്നത്. അല്ല, അത് N രാമനെ വിളിച്ച് ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം, പറയിപ്പിച്ചതായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് അനിലേ, അല്ല, എന്നിട്ടും ഷാജഹാൻ, എന്നിട്ടും ഇന്നിപ്പോൾ കണക്ക് പറഞ്ഞ സമയത്തും മുഖ്യമന്ത്രി പറഞ്ഞതും അത് കൃത്യമായിട്ട് മലപ്പുറം ജില്ലയെ ഉദ്ദേശിച്ച് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ, അതായത് സ്വർണ്ണക്കടത്ത് പിടിച്ചതും പിന്നെ ഹവാല പണം, അതെല്ലാം കൃത്യമായിട്ടുള്ള അദ്ദേഹം കണക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴും അയാൾ അതാണ് പറയുന്നത്. ഹിന്ദുവിൻ്റെ കാര്യം ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് സ്വർണം എങ്ങോട്ടാണ് പോകുന്നത് മറ്റെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗവർണർ ഭയങ്കര പെരുപ്പിച്ചിങ്ങനെ വർത്താനം പറഞ്ഞു. ശരി, ബഹുമാനപ്പെട്ട ഗവർണർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്താ? ഈ സ്വർണ്ണക്കള്ളക്കടത്തിലൂടെയുള്ള സ്വർണത്തിൻ്റെ ഒരു പങ്ക് ക്ലിഫ് ഹൗസിലേക്കാണ് പോകുന്നെന്നുള്ളത് വ്യക്തമല്ലേ ബഹുമാനപ്പെട്ട ഗവർണർ? അതുകൊണ്ടല്ലേ ഇതിനകത്തൊരു നടപടി ഉണ്ടാവാത്തത്. അല്ലാതെ തീവ്രവാദികൾ ഇത് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ? ഒന്നുമല്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അറിയേണ്ട ഒരു കാര്യമോ അനിലും അറിയേണ്ട ഒരു കാര്യമോ ഞാൻ പറയാം. ഇന്ന് ഈ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് കർണാടകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വന്നു. ഇഡി ഇതിന്റെ വിചാരണ നടപടികൾ കർണാടകത്തിലേക്ക് മാറ്റണമെന്നും പറഞ്ഞിട്ടൊരു കേസ് അവിടെ കിടപ്പുണ്ട്. അത് കുറെ കാലമായിട്ട് അനങ്ങാതെ കിടക്കുകയാണ്, നമ്മുടെ ലാവ്ലിൻ കേസ് പോലെ. അത് ഇന്ന് സുപ്രീം കോടതി വന്നപ്പോൾ ഇഡിയുടെ അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ SV രാജു അയാൾക്ക് ഇന്ന് സമയമില്ല, അയാൾ വേറൊരു കോടതിയിലാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താ ചോദിച്ചെന്നറിയാവോ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇഡിക്ക് എന്തേ താല്പര്യമില്ലേ, കേസ് വാദിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്വർണത്തിൻ്റെയൊക്കെ പങ്ക് പോകുന്ന സ്ഥലങ്ങൾ വളരെ കൃത്യമാണ്. ഇതിൻ്റെ പങ്ക് ക്ലിഫ് ഹൗസിലേക്കും, ഇതിൻ്റെ പങ്ക് PCCയുടെ കയ്യിലേക്കും, ഇതിൻ്റെ പങ്ക് ADGP അജിത് കുമാറിൻ്റെ കയ്യിലേക്കും ഒക്കെ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇത് അഭംഗുരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റക്കാര്യത്തിൽ മാത്രം നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. ADGP സർക്കാർ പിടിച്ചിട്ടുള്ള കേസുകളെ കുറിച്ചെങ്കിലും ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ഇനി എത്ര ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നു, ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഞാൻ ഈ കസേരയിരുന്ന് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആരോപണം സംബന്ധിച്ച് ഇന്നിപ്പോൾ അയാൾ 11 പേജിൻ്റെ ഒരു കത്തും കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അസന്നിഗ്ധമായി എതിരായിട്ടൊരു തെളിവ് കൊണ്ടുവന്ന് ഞാൻ അൻവറിൻ്റെ ചീട്ട് കീറിയില്ലേ? അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ പാവപ്പെട്ടവൻ ഈ 79 വയസ്സിൽ കിടന്ന് മോങ്ങുകയാണ്, സ്റ്റേജിൽ കയറുന്നുണ്ട്. എന്തൊരു ഗതികെട്ട ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ. യെസ്, ഷോൺ, ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയല്ലേ, അല്ലേ? ഇപ്പോൾ അൻവർ കൂടെ നിന്നപ്പോൾ
ഇഷ്ടംപോലെ പണം അൻവർ കൊടുത്തിട്ടുണ്ടാവും, ഒരു സംശയവുമില്ല. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതും അല്ലാതെ ഈ സ്വർണ്ണക്കടത്ത്, അതുപോലെ ഈ സ്വർണ്ണം പൊട്ടിക്കൽ, അതുവഴി കിട്ടിയ പണത്തിൽ നല്ലൊരു ശതമാനം എന്തായാലും പിന്നെ പിണറായിക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുവഴി പി ശശിക്കും പിന്നെ ADGP MR അജിത് കുമാറിനൊക്കെ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും വലിയ ഗുണഭോക്താവായ സ്ഥിതിക്ക് തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ പിണറായി പറഞ്ഞത്. കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്നിരുന്നിട്ടും അത് മറച്ച് വെച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ ഇതാ ഗവർണർ പറഞ്ഞ പോലെ ഇപ്പോൾ അൻവർ ആ പാർട്ടിയിൽ നിന്ന് പുറത്തായി, ഔട്ടായി. ആ സമയത്ത് അൻവറിനോടുള്ള വിരോധം വെച്ച് എനിക്കറിയാം ഇനി സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്, അക്ഷരാർത്ഥത്തിൽ പൊള്ളുന്നത് പിണറായിക്കും, പിണറായി താങ്ങി നടക്കുന്നവന്മാർക്ക് തന്നെയല്ലേ പൊള്ളുന്നത്. ഈ വിഷയത്തെ ഒരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടോ മാത്രം വിലയിരുത്താൻ കഴിയുന്നതല്ല. 2006 മുതൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി മലപ്പുറം സമ്മേളനത്തിന് ശേഷം ചാർജ് എടുത്തതിന് ശേഷം CPM-ലും അതിനുശേഷം CPM-ൽ ഉണ്ടായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തെയും ഒക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. 2006-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സഖാവ് VS അച്യുതാനന്ദൻ, ഷാജഹാൻ സാഹിബിന് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കുകയും അവസാനം ജനകീയ പ്രക്ഷോഭവും സഖാക്കൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സഖാവ് VS-ന് സീറ്റ് കൊടുക്കുകയും പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തെ കൈകാലുകൾ കൂച്ചിക്കെട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വലം കൈയായി നിന്ന ഷാജഹാൻ സഖാവ് ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അന്നത്തെ കാലഘട്ടം. അതിനുശേഷം 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം 72 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അത് അധികാരത്തിൽ വരുന്നത്. 2006 മുതൽ ഇവിടെ നടത്തുന്ന ഒരു പ്രീണന രാഷ്ട്രീയം, ഇവിടെ ഇപ്പോഴും ഞാൻ BJP-യുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഇവിടെ വർഗീയ പാർട്ടിയായി എന്നും ചിത്രീകരിക്കപ്പെടുന്നത് BJP-യാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണങ്ങൾക്ക് തിരികൊളുത്തുകയും കാലാകാലങ്ങളായി ആ വർഗീയതയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ വ്യക്തി പിണറായി വിജയനാണ്. 2016-ൽ ഞാൻ ഒരു 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 കുറ്റബോധത്തോടു കൂടി ഇപ്പോൾ തന്നെ പറയട്ടെ, 2016-ൽ എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിച്ച് സ്വതന്ത്രനായിട്ട്, ഇടത് വലത് മുന്നണിക്ക് BJP മുന്നണികൾക്കപ്പുറത്ത് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അന്ന് ഞങ്ങൾക്കൊരു പാർട്ടി എന്ന നിലയിലുള്ള ഏറ്റവും വലിയ പിന്തുണ നൽകിയത് STP-യാണ്. STP-യുടെ സംസ്ഥാനം മുതൽ ഉള്ള മുഴുവൻ നേതാക്കളുമായി ഞാൻ ആ സമയത്ത് സംസാരിച്ച ഒരാളാണ്. അന്ന് എനിക്കറിയാം ഇവിടെ ഒരേ സമയത്ത് വർഗീയത തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂഞ്ഞാറിൽ മാത്രം PC ജോർജിന് പിന്തുണയും ബാക്കി 139 സ്ഥലങ്ങളിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണയും കൊടുത്ത കാലഘട്ടമാണ്. അവരൊന്നും പരസ്യമായി ഒന്നും പറഞ്ഞിട്ടില്ല, പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, പിണറായി വിജയനും അത് അംഗീകരിച്ചില്ല. പക്ഷേ എനിക്ക് അന്ന് STP-യുടെ പിന്തുണ മേടിച്ചു മത്സരിച്ച വ്യക്തി എന്നതിൽ എനിക്കറിയാം അവരുടെ മുഴുവൻ നേതാക്കളുമായിട്ട് ആ കാലഘട്ടത്തിൽ ഞാൻ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ട് പറയട്ടെ, 139 സ്ഥലങ്ങളിൽ ഇതിൻ്റെ പിന്തുണ LDF-നായിരുന്നു, പിണറായി വിജയനായിരുന്നു. അതിനുശേഷം 2021 ആ PR വർക്ക് അല്ലെങ്കിൽ ആ പ്രീണന വർക്ക് മകളുടെ കല്യാണം വരെ നീണ്ടു നിന്ന ഒരു PR ആയിപ്പോയി അത്. അതിനുശേഷം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാത്തൊരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം SDP മത്സരിച്ചത് 40 സീറ്റിലാണ്. SDPക്ക് കേരളത്തിൽ 100 സീറ്റ് മത്സരിക്കാൻ സാഹചര്യമുണ്ട്. പക്ഷേ ആളെ കിട്ടും, ഓരോരുത്തരെ മത്സരിപ്പിക്കാൻ പറ്റേക്ക് ബുദ്ധിമുട്ടില്ല, എല്ലായിടത്തും പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ SDP മത്സരിച്ച മണ്ഡലങ്ങൾ ഞാൻ എണ്ണി പറയാം. 40 മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത്. അതിൽ 33 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു. എത്ര വലിയ വിടുപണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി SDP ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായേക്കുന്ന വിഷയം എന്താണ്? ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘത്തിൽ നിന്നും ഒരാൾ പിരിഞ്ഞു, നമ്മൾ പഴയ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗുണ്ടാ സംഘത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞാൽ, ഞാൻ നമ്മുടെ ഗുണ്ടാ സംഘത്തിൽ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഗുണ്ടാ സംഘത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞാൽ അയാളെ സംഘം ചേർന്ന് ആക്രമിച്ച് ഇല്ലാതാക്കുക. അൻവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ബഹളങ്ങളെല്ലാം വെക്കുന്നതിൻ്റെ കാര്യം അയാൾക്കുള്ള ഒരു സാമൂഹികമായ ഒരു പ്രൊട്ടക്ഷൻ സ്വാഭാവികമായിട്ട് വേണം. അൻവർ പറഞ്ഞ വിഷയത്തിൽ മാത്രം പറയട്ടെ, ഇന്ന് നടന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? 2022-ൽ 98 കേസിൽ 79 കിലോ, 2023-ൽ 61 കേസിൽ 48 കിലോ, 2024-ൽ ഇതുവരെ 26 കേസിലായിട്ട് 18 കിലോ, അങ്ങനെ മൊത്തത്തിൽ
124 കിലോ 147 കിലോ മലപ്പുറത്ത് നിന്ന് പിടിച്ചു. അത് അദ്ദേഹം പറഞ്ഞതിന് എന്ത് തെറ്റ്? സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്ത് തെറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകൾ എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വാഭാവികമായിട്ട് നമ്മളൊരു വിവരാവകാശം കൊടുത്താൽ തന്നെ അത് പത്തനംതിട്ടയോ ഇടുക്കിയോ ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് അത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇടുക്കിക്കാർക്കും അങ്ങനെ ഒരാൾ പറയുക ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, മുഖ്യമന്ത്രി തന്നെ നാളെ പറയുകയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകളുള്ളത് ഇടുക്കിയിലും വയനാട്ടിലും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും ആണെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടക്കാർക്ക് മുഴുവൻ വേദനിക്കേണ്ട വിഷയമുണ്ടോ? അതെനിക്ക് മനസ്സിലായില്ല. സ്വർണം കടത്തുന്നവന് വേദനിച്ചാൽ പോരെ, സ്വർണം കടത്താത്ത ആളുകൾക്ക് എന്തിനാ വേദനിക്കുന്നത്? ഈ മലപ്പുറം ജില്ലക്കാർ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാണോ? അല്ല. പക്ഷെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് ഒരു വർഗീയ പ്രീണനം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് അവരുടെ തിരുത്തൽ, മുഖ്യമന്ത്രിയുടെ കത്ത് ചെന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ കത്ത് ചെല്ലുന്നു, അടുത്ത മിനിറ്റിൽ തന്നെ അവർ തിരുത്തിക്കൊണ്ട് ആ പത്രം ഒരു രേഖ പറയുന്നു PR ടീമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 2016 മുമ്പായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതെ. അപ്പോൾ ഈ 2016 അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് ഒരു PR ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ന് ഈ നാട്ടിലില്ലാത്ത, ഇന്ന് വിദേശത്തുള്ള ഒരു പ്രമുഖനാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. സ്വാഭാവികമായും ഞാൻ പറഞ്ഞിട്ട് 2020 നടന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം പോലും 2021 ഒരു PR വർക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെയും നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അതുപോലും ഒരു PR വർക്കായിരുന്നു. ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന വന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വന്നത്. പക്ഷേ ആ പ്രസ്താവന വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകും. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രീണന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തിരുന്ന ആളുകൾ ഒരേ സമയത്തിൽ അത് തിരുത്തുകയും മുഖ്യമന്ത്രി ഒരു ദിവസം കൊണ്ട്, ഇപ്പോൾ ഷാജഹാൻ സാഹിബ് ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ ഷാജഹാൻ സാഹിബ് പറഞ്ഞതിന് ഞാൻ അദ്ദേഹത്തിനോട് തർക്കിക്കാൻ ഞാനില്ല, കാരണം അത് വിഷയമാണ്. ഞാനൊരു കാര്യം ഞാൻ തീർത്തു പറയാം. ഈ വിഷയങ്ങളിൽ വരുന്ന 3 മാസക്കാലങ്ങൾക്കുള്ളിൽ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാടുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി BJP ആണ്. ഞാൻ BJPക്കാരനാണെങ്കിൽ, എൻ്റെ നേതാവ് നരേന്ദ്രമോദിയാണെങ്കിൽ, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിന് കൃത്യമായ നിയമപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ ഞാൻ പറഞ്ഞ ലാവ്ലിൻ കേസ് മുതൽ ഞാൻ എടുത്തു പറയട്ടെ. ലാവ്ലിൻ കേസിനെ കുറിച്ച് പറയാം. ഏറെക്കുറെ 21ഓളം കേസുകളാണ് ആ കേസിനെ പല ഘട്ടങ്ങളിലായി നശിപ്പിക്കാൻ വിവിധ കോടതികൾ. ഞാൻ പറയട്ടെ, ഞാൻ കൊടുത്തിട്ടുള്ള ശ്രീ പിണറായി വിജയനെതിരെ ഞാൻ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ പ്രതിയായിട്ടുള്ള SFI അന്വേഷണം, CMRL തട്ടിപ്പിൻ്റെ SFI അന്വേഷണത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഒരു കേസ്, ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ്, കേരള ഹൈക്കോടതിയിൽ 2 കേസ്, ഇത്തരം കേസുകളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണം തടസ്സപ്പെടാതിരിക്കാൻ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നാളിതുവരെയായും ഞാൻ കൊടുത്ത കേസിന് വിവിധ കോടതികളിലായി CMRL എന്ന് വെച്ചാൽ പിണറായി വിജയൻ കേസ് ചെലവായിട്ട് മാത്രം മുടക്കിയിട്ടുള്ളത് 8 കോടി രൂപയിലധികമാണ്. കപിൽ സിബൽ 2 പ്രാവശ്യം ഹാജരായ ഡൽഹി ഹൈക്കോടതിയിൽ. അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ നവംബർ 12 വരെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. നവംബർ 12 വരെ ഡൽഹി ഹൈക്കോടതി. ഞാൻ പറഞ്ഞത് ഖജനാവിന്നല്ല, അത് CMRL എന്നാണ്. CMRലും പിണറായി വിജയനും എക്സാലോജിക്കും KSIDC എല്ലാം ഒന്ന്. KSIDC കൊടുത്ത പൈസ അല്ല, KSIDC കൊടുത്ത പൈസ ഒക്കെ ഏതാണ്. പക്ഷേ ഇതൊരു വലിയ തട്ടിപ്പ് കമ്പനിയാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ അല്ലേട്ടൻ സൂചിപ്പിച്ചൊരു കാര്യം, ഒരു വിഷയമുണ്ടാകുമ്പോൾ മിനിങ്ങാന്ന് വരെ അൻവറിനെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയട്ടെ, അദ്ദേഹത്തെ ഒരു ഗുണ്ട എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് കൂടുതൽ. അദ്ദേഹം ഒരു അതിസമ്പന്നനാണ്. ആ സമ്പന്നതയുടെ എല്ലാ അഹങ്കാരം വെച്ച് വർത്തമാനം പറയുന്ന ആളാണ്. ഇതിനു മുമ്പ് നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹത്തിൻ്റെ വാട്ടർ തീം പാർക്കിന് കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ മുതൽ ആ വാട്ടർ തീം പാർക്കിന് അളവെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയും, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ശ്രീ മാത്യു കുഴൽനാടൻ പറയുണ്ടായി, അപ്പോൾ അവർക്കെതിരെ ഇനി നാളെ മുതൽ അളവ് തുടങ്ങുമായിരിക്കും, അവരുടെ റിസോർട്ടുകൾ അന്വേഷിക്കാനും. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ, ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല ബാങ്ക് എന്ന് പറയുന്ന തുടരാം.
അങ്ങനെ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ എനിക്കെതിരെ, ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ള മീനച്ചിലീസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കേരളത്തിലെ ഇന്ന് മാന്യമായി നടക്കുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിലൊന്നാണ് മീനച്ചിലീസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതിനെതിരെ 66 എൻക്വയറി, അത് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് കോപ്പറേറ്റീവ് വിജിലൻസ് എന്ന് പറഞ്ഞ ആരോ ഒരാൾ വന്ന് അവിടെ കയറുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പത്രവാർത്ത കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അതിന് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു. ഇതെല്ലാം മേടിച്ചപ്പോൾ അടുത്തത് എനിക്കെതിരെ എക്കണോമിക്സ് ക്രൈംസ് ഡിപ്പാർട്ട്മെന്റ് ഷോൺ ജോർജ് അഴിമതി കാണിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റ്, അതിന് ഞാൻ ഹൈക്കോടതിയിൽ സ്റ്റേ മേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധിയായ എൻ്റെ അവസ്ഥ എങ്ങനെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ മിണ്ടാൻ തയ്യാറാവും? അൻവർ ഇപ്പം തന്നെ പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലിറങ്ങി ബഹളം വെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ എൻ്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ, അപ്പം ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടു ഈ ജാഥയ്ക്ക് ഇപ്പോഴും പിണറായി വിജയന് വേണ്ടി സിന്ദാബാദ് വിളിക്കാൻ. ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരാളാണ്, നല്ല സഖാക്കന്മാരെ സഖാവെന്ന് മനസ്സിൽ തൊട്ട് വിളിക്കുന്ന ഒരാൾ. കാരണം അത്രയും വലിയ സേവനം സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല സഖാക്കൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. അവരാരും റോഡിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങില്ല. പക്ഷെ ഞാൻ ഈ പ്രകടനം വന്നപ്പോൾ എല്ലാം കൂടെ ഒരു 50-60 പേരുണ്ട്. ഞാൻ ഇപ്പോഴും ഓർത്തു, ഈ 50-60 പേര് ഇപ്പോഴും ഈ പാർട്ടിക്കുണ്ടോ? ഞാൻ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞാൻ ഗ്ലാസ് പ്രകടനത്തിലേക്കൊന്ന് നോക്കി. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റിയുടെ 3-4 പേര്, ഏരിയ കമ്മിറ്റിയുടെ 3-4 പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞാൽ പുറകിലുള്ളത് മുഴുവൻ ഗുണ്ടകളും കഞ്ചാവും കള്ളും അതുപോലെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട തട്ടിപ്പുകാരുമാണ്. ഇവർക്കെല്ലാം ഈ പാർട്ടിയിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് നാട്ടിലെ തട്ടിപ്പുകാരുടെ ഒരു കൂട്ടവും കൊള്ളക്കാരുടെ ഒരു കൂട്ടവും കഞ്ചാവുകാരുടെ ഒരു കൂട്ടവും ഒക്കെ ആയി മാറിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ അത്രയും മോശമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു തെരുവ് യുദ്ധം പോലെ ഒരു MLA പറയുന്നു, അയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട്, അയാൾ ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ ഓശാനം പാടുന്നുണ്ട്, അയാൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയും, CPI ഇയാളെ ഒരു നിമിഷം പോലും ADGP അഡ്മിനിസ്ട്രേഷനായി തുടരാൻ അനുവദിക്കാൻ കഴിയില്ല അജിത് കുമാറിനെ എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് 2 ദിവസമാകുന്നു. എന്താ അവസ്ഥ? സത്യം പറഞ്ഞ ഉളുപ്പുണ്ടെങ്കിൽ ഈ മുന്നണി വിട്ട് ഇറങ്ങണ്ടേ? നല്ല നേതാക്കന്മാര് എവിടെ പോയിരിക്കുന്നു? കഴിഞ്ഞ ദിവസം LDFന്റെ കമ്മിറ്റി കൂടി അങ്ങോട്ട് വളരെ ആവേശത്തിൽ കയറിപ്പോയ ആളുകൾ തിരിച്ചു വന്ന കോലം നിങ്ങൾ കണ്ടിരുന്നോ? എനിക്കിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പച്ചയ്ക്ക് LDFൽ പറഞ്ഞു, സൗകര്യമില്ലാത്തവർ ഇറങ്ങിപ്പോക്കോളാൻ തന്നെ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞു, ഇനി മേലിൽ ഞാൻ പറയാതെ ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞാൽ താൻ വിവരം അറിയും എന്ന് പറഞ്ഞെന്നാണ് ഞാൻ AK സെന്ററിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞ കാര്യം. അതിനുശേഷം ശ്രദ്ധിച്ചു നോക്കിയോ, ഗോവിന്ദ മാസ്റ്ററെ എല്ലാ പത്രസമ്മേളനങ്ങളും എഴുതി വായിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ ഇതേ PR ടീം തന്നെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ എഴുതി കൊടുത്തത്. എന്തെങ്കിലും ആ എഴുത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞോ? LDF കൺവീനർ ഉണ്ട്. LDF കൺവീനറെ എനിക്ക് അദ്ദേഹത്തിന് പത്രസമ്മേളനം കാണുമ്പോൾ ചിരി വരും. അദ്ദേഹം പറയുന്നത് എന്തു പറഞ്ഞാലും നിങ്ങൾക്കെങ്ങനെ പറയാമല്ലോ, എനിക്കിതെല്ലാം അറിയാം. ഇങ്ങനെ അല്ലാതെ ഇദ്ദേഹം അവിടെ നിന്ന് എഴുതിക്കൊണ്ട് വരുന്നതല്ലാത്ത ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആണില്ല. EP ജയരാജൻ സഖാവൊക്കെ നമുക്കറിയാം, കാര്യം ആളുകൾ അദ്ദേഹത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായ അഭിപ്രായമൊക്കെ പറയായിരുന്നു. അദ്ദേഹം എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമുണ്ട്. അത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട്. അതിനെ വർഗീയപരമായി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയൊരു ശ്രമം. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ശ്രമം പാളിപ്പോയ കാഴ്ചയാണ് ഇന്ന് നടന്നിട്ടുള്ള നാടകങ്ങളുടെ അടിസ്ഥാനം. സക്രിയ സാറേ, എല്ലാം അറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനറിയാം, മുഖ്യമന്ത്രിക്കറിയാം, P ശശിക്കറിയാം, അജിത് കുമാറിനറിയാം, എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കടത്ത് ഇവിടെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് എന്ന്. പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാം അറിയാവുന്നത് കൊണ്ടല്ലേ ഇത്രയും കാലം മറച്ചു പിടിച്ചത്, അല്ലേ? ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പ്രസ് മീറ്റിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്നത് ഓഫൻസ് അഗൻസ്റ്റ് എ നേഷനാണ്. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, രാജ്യദ്രോഹ കുറ്റമാണ്. നേരത്തെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരാൾ ജാമ്യത്തിന് പോയപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരുന്നു, നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ എഫക്റ്റീവെങ്കിൽ അതിനകത്ത് UAPA വരെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UAPA ഇടുന്നത് ഇവിടുത്തെ രാജ്യദ്രോഹ കുറ്റങ്ങൾക്കാണല്ലോ UAPA ഇടുന്നത്. അപ്പം 1968 സർക്കുലർ നമ്പർ 83/1968 അത് D5 സെക്ഷനിൽ നിന്ന് ഇറങ്ങിയാണ്. റെഫറൻസ് നമ്പർ 22-516 1968 10/4/68 ഇറക്കിയാണ്.
പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ സ്മഗ്ലിംഗ് കേസുകളും CBIയുടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എക്കണോമിക് ഒഫൻസ് വിങ് CBI രാമകൃഷ്ണപുരം ന്യൂഡൽഹിയിൽ അറിയിക്കണം. നമ്മൾ നോക്കിയാൽ ഇങ്ങനെ എത്ര കേസുകൾ 68 മുതൽ നാളെ ഇതുവരെയായിട്ട് അറിയിച്ചിട്ടുണ്ട്. CBI അറിയിക്കുക എന്ന് പറയുന്നത് കാരണം ഇൻവെസ്റ്റിഗേഷൻ അബ്രോഡ്, വിദേശത്ത് നടത്തുന്ന അന്വേഷണം നടത്തേണ്ടത് അതിൻ്റെ സൗകര്യമുള്ളത് CBI ആണ്. നമുക്കറിയാം കേരള പോലീസ് വല്ലപ്പോഴും പോയി വല്ല പ്രതിയെ വല്ലതും കിട്ടി എക്സ്ട്രഡിക്ഷൻ നടത്തി വരുന്ന പ്രതിയെ പോയി കൊണ്ടുവരുന്നതല്ലാതെ നമ്മളൊന്നും വിദേശത്ത് പോകുന്നില്ല. വിദേശത്ത് പോകാനുള്ള ഏജൻസി മാത്രമല്ല CBI ആണ് ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി. അപ്പം അന്താരാഷ്ട്ര പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്കാണ് കൂടുതൽ ചെയ്യാവുന്നത്. CBI ഇവിടെ ഈ കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ നമ്മുടെ കേരള സർക്കാർ അനുവദിച്ചില്ല. ലൈഫ് മിഷൻ കേസിനോട് ഒപ്പം പിന്നെ ഈ കേസ് അന്വേഷിക്കാൻ CBI തടഞ്ഞു. എന്തിന് നമ്മൾ CBI തടയണം? CBI രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷന്റെ പ്രീമിയർ ഏജൻസി അല്ലേ, അവർക്കല്ലേ വിദേശത്ത് പോയി ചെയ്യാൻ പറ്റുള്ളൂ അന്വേഷണം പ്രോപ്പറായിട്ട്. മാത്രമല്ല നമ്മൾ CBI വന്ന് നമ്മൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണം. ഈ 68 83/1968 എന്ന് പറയുന്ന സർക്കുലറിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ തടയുന്നു? നമുക്ക് തടയേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന ആ വാക്കുകൾ ആത്മാർത്ഥമുള്ള വാക്കുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? CBI വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു കൊടുക്കുക. അവർക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസ്, ഇപ്പം പൊതുവെ ഇടയ്ക്കൊക്കെ ചില പ്രധാനപ്പെട്ട മർഡർ കേസൊക്കെ വരുമ്പോൾ CBIക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാം കൊടുക്കുക. അവർക്ക് വണ്ടി കൊടുക്കും, പിന്നെ സപ്പോർട്ടീവ് സ്റ്റാഫ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പോലീസുകാരെ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കൂടെ വന്ന സമയത്ത് അവരെ അന്വേഷിക്കാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് VG അരുൺ സാറ് അവരെ പിന്നെ ലൈഫ് അന്വേഷിച്ചോട്ടെന്ന് പറഞ്ഞു. അങ്ങനല്ല, പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്, അവർക്കാണ് വിദേശത്ത് നടത്താവുന്നത്. അവരെ നമ്മൾ അനുവദിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു സംശയം വരും. ഈ സംശയം വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തിന് OR നമ്പർ 7/2020 അതിൽ 5/7 30 കിലോ സ്വർണം പിടിക്കുന്നത്. അതിന് 14.82 crores വില ഉണ്ടായിരുന്നു. അത് OR നമ്പർ 7/2020 പ്രകാരം 6/7 കൊച്ചിയിൽ കേസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രകുമാർ, IRS കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഹെഡ്ക്വാർട്ടർ, അദ്ദേഹം നോട്ടീസ് കൊടുത്തു. സെക്ഷൻ 114 അതുപോലെ 13 ഓഫ് ഫെമ ആക്ടും പ്രകാരം ഇതിലെ പ്രതികൾക്കെല്ലാം കൊടുത്തിട്ട് അതിനകത്ത് ശ്രീമതി R ലത, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രോസിക്യൂഷൻ സെൽ കസ്റ്റംസ് പ്രിവെന്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 137 read with 135 of the Customs Act 1962, read with section 191A and 200 of CRPC 1973 പ്രകാരം കൊച്ചിയിലെ പിന്നെ അഡീഷണൽ CJM കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ഷീറ്റിനകത്ത് അവർ കൊടുത്ത ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനം പിടിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ് ഈ 30 കിലോ 30.245 കിലോ പിടിക്കുന്നുണ്ട്. അതിന് മുമ്പോട്ടുള്ളത് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വന്നത് വെച്ചും പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്തെന്നും അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് 167.06 kg അത്രയും പിന്നെ മൊത്തം കടത്തിയിട്ടുണ്ടെന്ന്. അപ്പം 30.245 കുറച്ച് കഴിയുമ്പോൾ 136,815 കിട്ടാനുണ്ടെന്ന് കൊച്ചിയിലെ എക്കണോമിക് ഒഫൻസ് കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് പിടിക്കുമെന്ന് കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കസ്റ്റംസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ ചാർജ് കൊടുത്തത് 2022 ഓഗസ്റ്റ് 18 അപ്പം 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ടും ബാക്കി സ്വർണം പിടിക്കാനായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്കറിയാം, പിന്നെ ഈ ഉള്ള 136 കിലോ സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിന്റെ അടിയിൽ കുഴിച്ചിട്ടൊന്നും അവിടെ കുഴിച്ചു വെച്ചിട്ടില്ല. ആ എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എയർപോർട്ട് ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്താണ് 99 നെടുമ്പാശ്ശേരിയിൽ. കടത്തുന്നവരെല്ലാം പുറത്ത് കൊണ്ടുവരും. അതിന് പല മാർഗങ്ങളുണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസിലും ഒക്കെ ഉള്ളവർ അതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ പറയുന്ന സ്വർണം അവിടെ കുഴിച്ചു വെച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഈ കരിപ്പൂരിലെ സ്വർണം പിടിച്ചത് നല്ലത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള മൊത്തം 147 കിലോ സ്വർണം കേരളത്തില് 3 വർഷം 2022, 23, 24 185 കേസുകളിലായിട്ട് 147.79 കിലോ
ഇല്ല, പോലീസ് സ്വർണം പിടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച പ്രധാന ആരോപണം എന്ന് പറയുന്നത്, അതായത് ഈ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട്, കേരള പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് ഒരു നാടകം അത് പൊളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കസ്റ്റംസുകാർക്ക് വിഹിതം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇതിൽ നല്ലൊരു വിഹിതം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ശശിയും അജിത് കുമാറും അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടാണ് അവരാണ് ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് പിണറായി വിജയനും ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവുമല്ലോ. അർഹമായിട്ടുള്ള വിഹിതം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ? അല്ല ശ്രീ അനിൽ, ഞാൻ അതിലേക്ക് വന്നോട്ടെ. ഞാൻ നന്നായിരിക്കും. പെട്ടെന്ന് പറയാം. 124 കിലോ പിന്നെ മലപ്പുറത്തു നിന്നാണ് പിടിച്ചു എന്ന് പറയുന്നത്. 147, 124. പക്ഷെ നമുക്കറിയാം ഈ കൊടുവള്ളി ടീമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് വരുന്ന പലതും അത് വയനാടും പിന്നെ അതുപോലെ കൊടുവള്ളി, കണ്ണൂരൊക്കെ പോകാം. കൊടുവള്ളി ടീമൊക്കെയാണല്ലോ ഫണ്ട് ചെയ്യുന്നത്. ഇപ്പൊ കാരാട്ട് റസാക്ക്, അയാളൊരു സ്വർണ്ണക്കടത്തുകാരനാണെന്ന് അറിയാം. അയാളുടെ സഹോദരൻ അതൊരു സ്വർണ്ണക്കടത്ത് ഫാമിലിയാണ്. അവരുടെ അവരുടെ എല്ലാ സഹായവും ഇവർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. വ്യക്തമല്ലേ അത്? ഇപ്പം നോക്കൂ, ഈ PV അൻവറിന് പോലും എങ്ങനെയാണ് സീറ്റ് ലഭിക്കുന്നത്? അതും പണം കൊടുത്ത് വാങ്ങിയതല്ലേ അൻവർ. അപ്പോൾ അൻവർ ഇനിയും വാ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പലതും പുറത്തു വരും. ഇവർ ഈ പാർട്ടിക്ക് അറിയാത്തതാണോ? പിണറായി വിജയൻ അറിയാത്തതാണോ? ഇവരുടെയൊക്കെ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം, അതുപോലെ സ്വർണ്ണക്കടത്ത് നടത്തിയുള്ള ആ ഒരു പരിചയം, മുൻ പരിചയം, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ലേ ഈ കൊള്ളക്കാരെയും അതുപോലെ ഈ ക്രിമിനലുകളെയും ഒക്കെ നെഞ്ചിലേറ്റി നടന്നത്, കൂടെ കൊണ്ട് നടന്നത്. ഒരു സുപ്രഭാതത്തിൽ അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അതായത് കൃത്യമായിട്ട് അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, തെളിവ് സഹിതം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അൻവർ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അകത്താകും എന്നൊക്കെയുള്ള ഭീതി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മുഖ്യമന്ത്രിയാണെങ്കിൽ മനുഷ്യനാണല്ലോ, ഭയം ഉണ്ടാവുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്. അൻവറിനെ സ്വർണ്ണക്കടത്തുകാരനാക്കിയതുകൊണ്ട് അവിടെ പ്രശ്നം തീരുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് അൻവർ ആവശ്യപ്പെട്ട ഈ അന്വേഷണം നടത്തുന്നില്ല? അൻവർ എന്താ ആവശ്യപ്പെട്ടത്? ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഈ കേസുകൾ അന്വേഷിക്കണമെന്നല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അൻവർ പറയുന്നുണ്ട്, അഥവാ ഞാൻ കള്ളക്കടത്തുകാരനാണെങ്കിൽ എന്നെയും പിടിച്ചോളൂ, എന്നെയും ചോദ്യം ചെയ്തോളൂ, ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. ആ വെല്ലുവിളിയല്ലേ ഏറ്റെടുക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും 2020 തിരുവനന്തപുരം എയർപോർട്ടിലെ 136.815 36.815 കിലോ സ്വർണം ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ 137.79 മറ്റുള്ള എയർപോർട്ടിൽ നിന്ന് പിടിച്ചത് ശരിക്കും അഭിനന്ദനാർഹമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് ഉരുക്കുണ്ട്. ഈ സ്വർണം പിടിച്ചിട്ട് പൗഡറായിട്ടും ലിക്വിഡായിട്ടും വരുന്നതൊക്കെ പോലീസ് എന്തിനായി ഉരുക്കാൻ പോകുന്നത്? പോലീസ് പിടിച്ച് അന്നേരം കസ്റ്റംസിന് ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം ഈ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആക്ട് ആണ്. ആ സ്പെഷ്യൽ ആക്ട് പ്രകാരം അവരാണ് ചെയ്യേണ്ടത്. ഇത് പോലീസ് ഉരുക്കിയിട്ട് 102 CRP സ്റ്റോളൻ പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞ് പോലീസ് എന്തിനാ ഇതിനിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? പോലീസിന്റെ ജോലിയല്ല. ഞാൻ എൻ്റെ പ്രൊബേഷൻ പീരീഡിൽ തന്നെ പിടിച്ച ഒരു കസ്റ്റംസ് ആക്ടിലെ സാധനം, അതിനകത്തെ മെറ്റീരിയൽ ഓബ്ജക്റ്റ് കൊണ്ടുകൊടുത്ത കസ്റ്റംസിനാണ്. കസ്റ്റംസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡറിൽ ഇതിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഉരുക്കാൻ പോകുന്നത് ഇതിന്റെ പുറകിലുള്ള പോലീസിന്റെ അതീവ ജാഗ്രതയും 68 സർക്കുലറും പ്രകാരം ഇത് CBI അറിയിക്കണമെന്നും CBI കേസുകൾ അന്വേഷിക്കാൻ ഏർപ്പെടുത്താതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തലച്ചോറുള്ള, വീണ്ടും പറയുന്നു, തലയ്ക്കകത്ത് തലച്ചോറുള്ള എല്ലാവർക്കും സംശയമുണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ ഷാജാൻ, ഇവിടെ സക്രിയ ജോർജ് സാറ് അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ പറഞ്ഞു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് ആ വിഷയം അടക്കം അദ്ദേഹം പരാമർശിച്ചു. നോക്കൂ, തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും കള്ളക്കടത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അത് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ കടത്ത് നടന്നത്. പിന്നെ ശിവശങ്കർ ഇറങ്ങിത്തിരിച്ചതും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടെ ആയിരുന്നു. ബിരിയാണി ചെമ്പിൽ ക്ലിഫ് ഹൗസിലേക്ക് സ്വർണം പോയത് അതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട്. അവർ മാത്രമല്ല, അവർ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. വിചാരണയ്ക്ക് വരുമ്പോൾ
ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഷാജഹാൻ പലതവണ ഷാജഹാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നോട്ടീസ് പോലും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കോ അയച്ചില്ല എന്നുള്ളത്. അതൊക്കെ അവിടെ കിടക്കട്ടെ, അത് ഏജൻസി മറുപടി പറയേണ്ടതാണ്. എന്തുകൊണ്ട് പിണറായി വിജയനെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളെയോ അല്ലെങ്കിൽ ഭാര്യയോ ചോദ്യം ചെയ്തില്ല എന്നൊക്കെ കോടതിയിൽ വിചാരണയ്ക്ക് വരുമ്പോൾ അത് പറയേണ്ടതാണ്. പക്ഷേ എങ്കിലും നോക്കൂ, ഇതിൻ്റെ എല്ലാം ബെനിഫിഷ്യറി സ്വപ്നയുടെ വാക്കുകൾ തന്നെയാണ് കടമെടുക്കുന്നത്. ബെനിഫിഷ്യറി പിണറായി വിജയനാണ്. അതുകൊണ്ട് ഈ സ്വർണത്തോടുള്ള ഈ ഒരു താല്പര്യം, മടങ്ങാത്ത അഭിനിവേശം അത് തുടരുകയാണ്. എന്നിട്ട് ഡെപ്യൂട്ടി ചെയ്യുകയാണല്ലോ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഒരു ഗൗരവം ഗവർണർ പറഞ്ഞത് നോക്കൂ. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ഗവർണർ ചോദിക്കുമ്പോൾ അതിനെന്ത് മറുപടി പറയും? അല്ല, ഞാൻ ഷോണൻ്റെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് പരിമിതി ഉണ്ടെങ്കിലും എനിക്ക് ചർച്ച തുടങ്ങുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ നിവൃത്തിയില്ല. ഷോൺ അതുമായി ബന്ധപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. 2-3 മാസത്തിനുള്ളിൽ എന്തൊക്കെയോ നടക്കുമെന്ന് ഷോൺ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു. ഞാനൊരൊറ്റ കാര്യം മാത്രമേ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ. കഴിഞ്ഞ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വന്ന് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി, ഷോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നരേന്ദ്രമോദി എന്താ പ്രസംഗിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് സംബന്ധിച്ച് മൊത്തം അറിവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോടുകൂടി സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുവെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 4 മാസം കഴിഞ്ഞു അതിനുശേഷം. ഇപ്പോൾ SFIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷോൺ ജോർജ്. അതിലൊന്നും ആരും തർക്കവുമില്ല. ഷോൺ ജോർജ് അതുമായി ബന്ധപ്പെട്ട് കപിൽ സിബൽ അപ്പിയർ ചെയ്ത കേസ് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു. ഷോൺ ജോർജ് എല്ലാം പറഞ്ഞു. ഞങ്ങൾ പൊതുപ്രവർത്തകർ നോക്കുമ്പോൾ ഈ കേസിൽ ഒരു സേവനവും ചെയ്യാതെ CMRL എന്ന് പറഞ്ഞ കമ്പനി 1,72,00,000 രൂപ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കൊടുത്തിട്ടുണ്ടെന്ന് 2023 6 മാസം വന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു സേവനവും ചെയ്യാതെ അവർക്ക് കൊടുത്തതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഷോൺ അതിനകത്ത് മാസങ്ങളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വളരെ പ്രാഥമികമായിട്ടുള്ളൊരു സംശയം, ആ ഉത്തരവ് വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ഞാൻ അറിഞ്ഞിടത്തോളം, ഈ രഹസ്യമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും, പറയാം രഹസ്യമായിട്ട് ചിലപ്പോൾ പുറത്തേ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും SFIO വിളിച്ചതായിട്ട് എനിക്ക് അറിവില്ല. അപ്പം ആ സാഹചര്യത്തിൽ പിണറായി വിജയനും മകളും ശിക്ഷിക്കപ്പെടുമോയെന്ന് 3 മാസം കഴിയുമ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോണില്ല. എല്ലാ ബഹുമാനത്തിനോടും ഷോൺ ജോർജിനോട് ഞാൻ പറയട്ടെ, ഒരു പുല്ലും നടക്കാൻ പോണില്ല. കാരണം 2020 ശേഷം ഒരു പുല്ലും ഇവിടെ നടന്നിട്ടില്ല, ഒരു ചുക്കും നടന്നിട്ടില്ല ഇവിടെ. ഇനി സെക്രട്ടറി അവിടെ ഇരുന്ന് അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ ഓർഡറൊക്കെ പറഞ്ഞ എല്ലാം ശരി തന്നെ. സെക്രട്ടറിയോട് എനിക്ക് തർക്കമൊന്നുമില്ല, അതൊക്കെ സെക്രട്ടറി പറഞ്ഞ കറക്റ്റ് തന്നെ. സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹമാണെന്ന് മുഖ്യമന്ത്രി വന്നിരുന്നു പറയുന്നു. ഞാൻ ഷോണിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, കേന്ദ്ര ഏജൻസികൾ നടത്തേണ്ട അന്വേഷണം കാര്യക്ഷമമായി നടത്തിയിരുന്നുവെങ്കിൽ ഈ രാജ്യദ്രോഹ കുറ്റത്തിലെ 1-ാം പ്രതി 100% പിണറായി വിജയനാകുമായിരുന്നു. 100%. അതായത് അയാൾ ഇന്നും പ്രസംഗിച്ചിട്ട് പറയുന്നത് എന്താണ്, ഇത്ര കിലോ പിടിച്ചു, ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹമല്ലേ, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നതെന്നൊക്കെ അയാൾ ചോദിച്ചു. ഇത് പിടിച്ചിരുന്നെങ്കിൽ അയാൾക്ക് പൊള്ളിയേനെ, അയാളകത്ത് പോയേനെ. 2020 ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങളിൽ ഞാനിത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഹൈക്കോടതിയിൽ പോയി വാദിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. കസ്റ്റംസ്, എനിക്ക് അനിലാണ് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നത്. കസ്റ്റംസ് പുറപ്പെടുവിച്ചിട്ടുള്ള ഷോക്കോസ് നോട്ടീസിൽ സ്വപ്നയും സരിത്തും ഈ വിദേശത്തേക്ക് ഇയാൾ ഡോളർ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അവരുടെ മൊഴികളുണ്ട് ഷോണെ. അവരുടെ 2 പേരുടെയും മൊഴികളുണ്ട്. ഈവൻ ശിവശങ്കരൻ പോലെ പറയുന്നത് എന്താണെന്നറിയോ, അത് അങ്ങോട്ടൊരു ബാഗ് കൊണ്ടുപോയിരുന്നു, അതിൽ മൊമെൻറ്റോ ആയിരുന്നു, ഡോളറല്ല മൊമെൻറ്റോ ആയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അയാളും ഈ സ്വർണ്ണം ഇങ്ങോട്ട് കടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഡോളർ കൊണ്ടുപോയിരുന്നു പറയുന്നുണ്ട്. ഇത് 2020 കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിലുള്ളതാണിത്. കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിൽ
അപ്പോൾ 2020 കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിലുണ്ട് ആ മൊഴി കൊടുത്തത് സ്വപ്ന സുരേഷും സരിത്തുമാണ് എന്നിരുന്നിട്ട് പോലും ഈ 4 വർഷങ്ങൾക്ക് ശേഷവും മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ അങ്ങോട്ട് ഡോളർ കൊണ്ടുപോയോ? അല്ല ഷാജഹാൻ, ഇഡിയുടെ റിപ്പോർട്ടുകളിൽ എവിടെയൊക്കെ പിണറായിയുടെ പേര് പരാമർശിക്കുന്നുണ്ടെന്ന് അറിയാലോ താങ്കൾക്ക് കൃത്യമായിട്ട്? ഞാനത് മഞ്ഞ വര വെച്ച് മാർക്ക് ചെയ്ത് എവിടെയൊക്കെ പിണറായിക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഇഡി പറയാണ്. എന്തുകൊണ്ട് പക്ഷെ നടപടി എടുക്കുന്നില്ല? അനിലേ എൻ്റെ ഞാനിതൊക്കെ ഓർക്കുന്നു. ഞാനിതൊക്കെ ബെച്ചു കുര്യൻ തോമസ്, എനിക്ക് ആ ന്യായാധിപനുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്. ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ മുമ്പിൽ ഞാൻ ഇത് വായിച്ചതാണ്. ഞാൻ കൊടുത്ത കേസിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും എതിരെ മൊഴിയുണ്ട്, പക്ഷേ ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ മാത്രം മൊഴി കസ്റ്റംസ് പരിശോധിക്കുന്നില്ല എന്നും പറഞ്ഞ് കൊടുത്ത കേസിൽ ഞാൻ ഈ കേസ് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാക്ഷാൽ ബെച്ചു കുര്യൻ തോമസ് എന്നോട് ചോദിച്ചു അതെന്തൊക്കെയാണ് ആ മൊഴികളൊന്ന് വായിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഓരോന്ന് ഈ ബഹുമാന്യനായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസിൻ്റെ മുന്നിൽ ഞാൻ വായിച്ചതാണ്. അവസാനം ഞാൻ വായിച്ചൊരു കാര്യം ഷോണിൻ്റെ അറിവിലേക്ക് ഞാൻ പറയാം. ഷോൺ നടത്തുന്ന പോരാട്ടത്തിൽ എനിക്ക് ഷോണിനോട് ബഹുമാനക്കുറവൊന്നുമില്ല. അതായത് ഒരു ബില്യാർഡ്സ് ടേബിൾ, ബില്യാർഡ്സിൻ്റെ സ്റ്റിക്കല്ല, ബില്യാർഡ്സ് ടേബിൾ, അതായത് എന്താണ്ട് 5 അടി നീളവും പിന്നെ 5 അടി വീതിയും 10 അടി നീളമുള്ളൊരു ബില്യാർഡ്സ് ടേബിള് എറണാകുളം പോർട്ടിൽ വരുന്നു. ആ പോർട്ടിൽ വരുമ്പോൾ അതിൽ കള്ളക്കടത്ത് സ്വർണമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അവരത് പിടിച്ചു വെക്കുന്നു. പിടിച്ചു വെക്കുമ്പോൾ അത് പിടിച്ചു വെക്കുന്ന അറിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സരിത്ത് അവിടെ ചെല്ലുന്നു. എവിടെ നിന്ന് നമ്മുടെ എന്താ ഡയറക്ടർ ഒരുത്തൻ്റെ ഓഫീസുണ്ടല്ലോ, കോൺസുലേറ്റിൻ്റെ ഓഫീസിലേക്ക് പോകാനാണിത്. കോൺസുൽ ജനറൽ ഓഫീസിൽ നിന്ന് സരിത്ത് അവിടെ ചെല്ലുന്നു. അയാൾ ഇപ്പോൾ BRO ആണല്ലോ. അപ്പോൾ കസ്റ്റംസ് പറയുന്നു ഇതിനകത്ത് കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടോ സംശയം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ബില്യാർഡ് സ്റ്റിക്കല്ല, ബില്യാർഡ് ടേബിള്. അപ്പോൾ അതിനകത്ത് എത്ര കിലോ സ്വർണ്ണം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് ഇവിടെ പിണറായി വിജയനോട് അതിൻ്റെ കണക്കിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സരിത്തിനോട് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഉടനെ സരിത്ത് സ്വപ്നയെ വിളിക്കുന്നു, ഇങ്ങനെ അപ്പോൾ സ്വപ്ന അന്ന് കോൺസുലിൽ ജോലി ചെയ്യുകയാണ്. ഉടനെ സ്വപ്ന ശിവശങ്കരനെ വിളിക്കുന്നു. ശിവശങ്കരൻ അന്ന് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എന്താണ് സ്പെഷ്യൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാണ്. അയാൾ കസ്റ്റംസിൽ വിളിച്ചു പറയുന്നു. കസ്റ്റംസിൽ വിളിച്ചു പറയുമ്പോൾ കസ്റ്റംസ് അതങ്ങ് വിട്ടുകൊടുക്കുന്നു. ഇത് കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിലുള്ള കാര്യമാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിലുള്ള കാര്യമാണിത്. ഈ കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ബെച്ചു കുര്യൻ തോമസിൻ്റെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് തള്ളി. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യം ഒന്നുകൂടെ പോയാൽ എനിക്കെതിരെ പിന്നെ കോടതിയിലേക്ക് കേസുകൂടെ വന്ന് ഞാൻ ജയിലിലാകുമെന്നുള്ളത് കൊണ്ട് ഈ ബെച്ചു കുര്യൻ തോമസ് ചെയ്തതിനെ കുറിച്ചിട്ട് വിശദമാക്കുന്നില്ല ഞാൻ. കാരണം എനിക്ക് ഒന്നുകൂടെ ജയിലിൽ പോകാൻ താല്പര്യമില്ല. കാരണം 8 ദിവസം ഒന്ന് ജയിലിൽ കിടന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഷോൺ ജോർജ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കസ്റ്റംസ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം അവരുടെ രേഖകളിലുള്ളതാണ്. പിണറായി വിജയനെ കുറിച്ച് ഈ പറയുന്ന കാര്യം ഈ ഇരിക്കുന്ന അനിൽ നമ്പ്യാർ ജനം ചാനലിൽ ഇരിക്കുന്ന പിന്നെ സീനിയർ റിപ്പോർട്ടറാണ്. ഇയാളെ ചോദ്യം ചെയ്തതാണ് കസ്റ്റംസ്. അപ്പോൾ 2020 മുതൽ ഇതിനകത്ത് നടക്കുന്ന കള്ളക്കളിയുടെ ഏറ്റവും പുതിയ അധ്യായമാണ് ലാവ്ലിൻ കേസ് പോലെ തന്നെ ഈ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ ട്രയൽ കർണാടകത്തിലേക്ക് മാറ്റണമെന്നുള്ള കേസ് വാദിക്കാൻ ഇഡിക്ക് താല്പര്യമില്ല ഷോണെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും പോകുന്നില്ല. അതിനകത്ത് പച്ചയായ പൊളിറ്റിക്സ് ആണുള്ളത്. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹമല്ലേ എന്ന് ചോദിക്കുന്ന പിണറായി വിജയൻ ഈ രാജ്യദ്രോഹ കേസിൽ 1-ാം പ്രതിയാകുമായിരുന്നു നിങ്ങളുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇതിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി 4 വർഷക്കാലത്തിനുള്ളിൽ നടത്തിയിരുന്നെങ്കിൽ. അതിൻ്റെ മൊഴികൾ മുഴുവൻ നിങ്ങളുടെ കസ്റ്റംസിൻ്റെ രേഖകളിൽ തന്നെ കിടപ്പുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ വാദിച്ചത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് അപ്പീൽ പോകാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് വസ്തുത. മനസ്സിലായില്ലേ? ഇപ്പോൾ പിന്നെ അനിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് എന്താ പരിശോധിക്കാത്തത്? ഇതുവരെ പരിശോധിച്ചിട്ടുണ്ടോ അവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ്? അവർ പച്ചയായ ഈ പറഞ്ഞ ഈക്വോക്കലായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ പിണറായി വിജയനുള്ള പങ്ക് അവർ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
അതിന്മേൽ ഇനിയെങ്കിലും അല്ല, അവരിത്രയും വിളിച്ചു പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ പിണറായി വിജയൻ. ഇടത് പ്രതിനിധി ഇരിപ്പുണ്ടല്ലോ, അവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞു? ഒരു വക്കീലും ആകെപ്പാടെ വക്കീൽ നോട്ടീസ് അയച്ച എം വി ഗോവിന്ദൻ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഈ കേന്ദ്ര ഏജൻസികൾ ഇത് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ ഈ രാജ്യദ്രോഹ കേസിൽ അകത്തു പോകാൻ അല്ലെങ്കിൽ പ്രതിയാവാനെങ്കിലും കോപ്പുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 100%. അയാളാണ് വന്നിരുന്നുകൊണ്ട്. കാരണം ഇപ്പൊ ബിരിയാണി ചെമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് മൊഴിയുണ്ട്. കൊണ്ടുപോയ വണ്ടി, ആ വണ്ടിയുടെ പേരെന്താണ്, എപ്പോഴാണ് കൊണ്ടുപോയത്, ആരൊക്കെയാണ് അതിന് സെക്യൂരിറ്റി ആയിട്ട് പോയത്, ഏത് സമയത്താണ് കൊണ്ടുപോയത്, ഇതെല്ലാം ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വനിത അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും ഒരന്വേഷണവും ഇല്ല. എന്നിട്ട് രാജ്യദ്രോഹ കേസിൽ പ്രതിയാവാൻ സാധ്യതയുള്ള ആള് നരേന്ദ്രമോദിയുടെ സഹായത്താൽ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ഉളുപ്പില്ലാതെ വന്നിട്ട് പറയുകയാണ് ഇത് രാജ്യദ്രോഹ കുറ്റമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ADGP അജിത് കുമാർ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് PV അൻവർ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ രേഖാമൂലം എഴുതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് സമ്മർദ്ദം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് വിട്ടു. എത്ര നാളാണ് വിജിലൻസ് അന്വേഷണം അറിയാമോ ഷോണിന്? 6 മാസം. ഏത് അൻവർ എഴുതി കൊടുത്ത രേഖകളെക്കുറിച്ച് നടത്താൻ 6 മാസം. എന്നിട്ട് മറുഭാഗത്ത് പിണറായി വിജയൻ മുഴുവൻ SP മാർക്കും ഇമ്മീഡിയറ്റായിട്ട് മെസ്സേജ് കൊടുത്തു. എന്താണെന്നറിയോ, അൻവറിനെതിരെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ അതുപോലും വേണ്ട, എടുത്തോളാനാ പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കള്ളക്കടത്ത് കേസിലും ഒക്കെ പ്രതിയാവാൻ സാധ്യതയുള്ള ഒരാള് ഈ നരേന്ദ്രമോദിയുടെ ഈ പറഞ്ഞതുപോലെ ഒരു കാരുണ്യത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് പുള്ളി വന്നിട്ട് ഇതൊക്കെ എന്താണെന്ന് ഷോണേ, ഇതൊക്കെ പഴയ പോലെ അല്ല ഷോണേ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ ജനത്തിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം അൻവർ കഴിഞ്ഞ ദിവസം അവിടെ ചന്തമുക്കി പ്രസംഗിച്ചു. 2000-3000 പേരാണ് കേൾക്കാൻ വന്നത്. ഒരു 30 ലക്ഷം ആളുകളെങ്കിലും അയാളുടെ പ്രസംഗം വന്ന് കേട്ടിട്ടുണ്ട് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ. അതുകൊണ്ട് ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റിൽ എത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ആത്മാർത്ഥമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ ദിവാസ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കരുത്. ഒന്നും നടക്കില്ല. കാരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യം ചെയ്യൽ പോലും ഷോണെ നടന്നിട്ടില്ല. ലെറ്റ് അലോൺ ഈ പറഞ്ഞ പോലെ ജയിലൊക്കെ പോട്ടെ, ഇയാളുടെ മകളെ ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്യുന്ന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന് ഇയാളുടെ മകളല്ലേ. അവർ 1,72,00,000 രൂപ മേടിച്ചു എന്നുള്ളത് ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ വിധിന്യായത്തിൽ വന്നു. അപ്പോൾ എല്ലാവരും ഞാൻ ചർച്ച ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചു ചോദിക്കും, ഷാജാൻ പറയുന്നെന്താ പിടിച്ച് ജയിലിടണമെന്ന്. മുഖ്യമന്ത്രി അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസമല്ലേ പറഞ്ഞത്, സ്വപ്ന പറഞ്ഞത്, അതായത് ഈ കോവിഡ് സമയത്ത് എല്ലാം അടക്കപ്പെട്ടപ്പോൾ ഇവരെ അങ്ങോട്ടേക്ക് ബാംഗ്ലൂരിലേക്ക് കടത്തിയത് ഈ ADGP MR അജിത് കുമാർ. അവർ പറഞ്ഞില്ലേ കേസുണ്ടോ, അയാൾക്കെതിരെ കേസെടുത്തോ? അവർ പുസ്തകത്തിൽ പറഞ്ഞു. അവർ എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ BJP-ക്കാരൻ ചോദിക്കും, അത് ഷാജാൻ പറഞ്ഞ പോലെ പിണറായി വിജയനെ പിടിച്ച് ജയിലിലൊന്നും ഇടാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഞാൻ ഒരാളോടും പിണറായി വിജയനെ ജയിലിലിടണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നില്ല, അയാളുടെ മകളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ. അയാളുടെ ഒരു ആനപ്പിണ്ട അവിടെ കിടപ്പില്ലേ, അയാളുടെ ബെനാമിയായിട്ടുള്ള CM രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, അവനെയെങ്കിലും ഒരു 5 ചോദ്യം ചോദിക്ക്. ഇത്രയും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്, ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഷോൺ ജോർജിനും അവസാനം വലിയ തോതിലുള്ള ഇച്ഛാഭംഗം ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അടുത്ത ബലദേവ, സർക്കാരിന് അറിയാം ആരാണ് സ്വർണം കടത്തുന്നതെന്ന്, സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സർക്കാരിനറിയാം. പിന്നെ എന്തുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഗവർണറാണ്. ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ? നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. P ശശിക്ക് അടക്കം സ്വർണ്ണക്കടത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും കാലം നിങ്ങളൊക്കെ തോളിലേറ്റി നടന്ന PV അൻവർ തന്നെയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇതൊന്നും അറിയാത്ത പോലെ പൊട്ടം കളി കളിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റിനോട്, പ്രധാനമന്ത്രിയുടെ. കാരണം എന്തിനാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ശ്രീ സക്കറിയ ജോർജ് ഇവിടെ പറഞ്ഞു 173 കിലോ സ്വർണ്ണം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല എന്നൊക്കെ. ഈ DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് 2024 ഏപ്രിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടായിരുന്നു. അത്
പിന്നെ അനിൽ നമ്പ്യാർക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. അവർ പറഞ്ഞിരിക്കുന്നത് 800 ടൺ സ്വർണമാണ് കഴിഞ്ഞ വർഷം 2023-24 ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തു, ഗവൺമെന്റ് ഇറക്കുമതി ചെയ്തു. പക്ഷെ ഇന്ത്യയിൽ സർക്കുലേറ്റ് ചെയ്ത് 1000 ടൺ സ്വർണമാണ്. അതായത് 200 ടൺ സ്വർണം കള്ളക്കടത്തിൽ ഇറങ്ങുന്നുവെന്നാണ് DRI വന്നിരിക്കുന്ന ഒരു കണക്ക്. രണ്ടാമത്തെ കണക്ക് 2024 ഫസ്റ്റ് ക്വാർട്ടർ, ആ ഫസ്റ്റ് ക്വാർട്ടറിൽ 847.43 കിലോ ഗോൾഡ്, 543.61 കോടി രൂപ വിലപിടിപ്പുള്ള ഇന്ത്യ മൊത്തത്തിൽ 1282 കേസുകളിലായിട്ട് പിടിച്ചു. 23-24 ഫിസ്ക്കൽ ഇയറിൽ 3714 കിലോ ഗോൾഡ് പിടിച്ചു. അതിന്റെ വില 2081 കോടി രൂപ. അത് പിടിച്ചത് 5692 കേസിൽ. ഈ സ്വർണം മൊത്തം ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായിട്ട് കേരളം ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട്, ഗുജറാത്ത്, ഇങ്ങനെ പല സംസ്ഥാനങ്ങൾ. പക്ഷെ ഇതിന് ഇറക്കുമതി ചെയ്യുന്ന 4 രാജ്യങ്ങൾ ഇതാണ് DRI പറഞ്ഞത്: ദുബൈ, നേപ്പാള്, ബംഗ്ലാദേശ്, മ്യാൻമാർ. പ്രധാനമായിട്ട് ഈ 4 രാജ്യങ്ങൾ. പലയിടത്തുനിന്നും വരുന്നുണ്ട്, പ്രധാനമായിട്ട് വരുന്ന ഈ 4 രാജ്യങ്ങളിലാണ് ഈ സ്വർണം മൊത്തം ഇറക്കുമതി ചെയ്ത്. അപ്പൊ ഇവിടെ പിടിച്ചത്, ഒരു വർഷം പിടിച്ചത് 2000 ചില്ലുവാനും കിലോ സ്വർണം. DRIയുടെ കണക്കനുസരിച്ച് 200 ടൺ സ്വർണം ഇവിടെ ഇന്ത്യയിലെ പല എയർപോർട്ടുകളായിട്ട് ഇറക്കുമതി. 1-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്, 2-ാം സ്ഥാനം തമിഴ്നാട്, കേരളമൊക്കെ. അപ്പൊ ഇത് ഗവർണർ പറയേണ്ടത്, ഈ സ്വർണം 200 ടൺ സ്വർണം ഇന്ത്യയിൽ മൊത്തത്തിൽ ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ പിടിക്കേണ്ട ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഇത് വിദേശത്തെ എയർപോർട്ടുകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പ്ലെയിനുകളിൽ കയറ്റി ഇവിടെ വന്ന് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പിടിക്കേണ്ടത് ഇന്ത്യൻ എയർപോർട്ട് അതോറിറ്റി. അതല്ല ഇവിടുത്തെ പ്രശ്നം. സ്വർണ്ണക്കടത്ത് സംഘത്തലവനാണ് അൻവർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ ഇല്ലയോ? യെസ് ഓർ നോ? തീർച്ചയായിട്ടും പറഞ്ഞില്ല. 2 ദിവസം മുമ്പാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞത് ഇയാൾ സ്വർണ്ണക്കടത്തുകാരനാണെന്ന്? ആണോ? ഞാൻ പറയട്ടെ, സ്വർണ്ണക്കടത്തുകാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത്. അൻവർ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് മുഖ്യമന്ത്രി എങ്ങും പറഞ്ഞിട്ടില്ല. സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടായിരിക്കുക, അതിനുള്ള തെളിവുകൾ ആരെയാണ് കൊണ്ടുവന്നിരുത്തി ചർച്ചയെ പങ്കെടുപ്പിച്ചത്? ആര് വിശ്വസിക്കാവുന്ന രണ്ടുപേരെയാണ്? ദുബൈയിൽ നിന്നും ഏനസിനകത്ത് പോളിത്തീൻ ബാഗിനകത്ത് സ്വർണം തിരികെ കയറ്റി കേരളത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസ്യരായ 2 സ്വർണ്ണക്കടത്തുകാർ അവരുടെ വീട്ടിൽ ചെന്നിരുന്നാണ് പറയുന്നത്, ഞങ്ങൾ 900 ഗ്രാം കൊണ്ടുവന്നു. ഇവർക്കൊക്കെ അറിയാം 900 ഗ്രാം എന്ന്. ഇത് പോളിത്തീൻ ബാഗിനകത്ത് ബിസ്ക്കറ്റ്. അല്ല, ഈ അൻവർ പറഞ്ഞതിൽ അല്ലെങ്കിൽ അൻവർ ഹാജരാക്കിയ ഈ പ്രതികളിൽ വിശ്വാസക്കുറവുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളത് ഉത്തമ ബോധ്യത്തോടെ എടുക്കുന്നില്ലെങ്കിൽ അന്വേഷണം നടത്താട്ടൊക്കെ പലതയോ. അതല്ലേ അയാൾ പറയുന്നത്, സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കട്ടെ എന്ന്. എന്താ വെല്ലുവിളി സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രി? ഈ അൻവറോ അല്ലെങ്കിൽ അനിൽ നമ്പ്യാരോ വേറെ ആളോ മാറി എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നിൽക്കാതെ ഗവൺമെന്റ്. അത് ഗവൺമെന്റ് അത് ചെയ്യത്തില്ല, ഒരു ഗവൺമെന്റ് അത് ചെയ്യത്തില്ല. അല്ല, സിറ്റിംഗ് ജഡ്ജി വേണ്ട ഒരു മറുപടി. അൻവറിന്റെ വെല്ലുവിളി എന്താ സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രി? അൻവറിന്റെ വെല്ലുവിളി, അൻവർ എന്തോ അതൊരു ചായക്കോപ്പയിലെ കൊടുക്കാറ്റല്ലേ? അൻവർ പറഞ്ഞാലേ 2-3 ദിവസം കൊണ്ട് ഒരു ട്യൂബിന്റെ വെളിച്ചത്തിലെ പോലെ തീരും. ഇവിടെ CPM എന്ന് പുറത്തുപോയ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം ഉണ്ടായിരുന്നല്ലോ MP രാഘവൻ. ഇപ്പൊ CMP എന്ന് പറയുന്ന പാർട്ടിയിൽ അങ്ങാരുടെ മോൻ ഇപ്പൊ CPM ഇല്ല, ആകെ കേരളത്തിലൊരു CP. MP രാഘവൻ പോയപ്പോ ഇവിടെ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു പാർട്ടിയിലെ? ഇപ്പൊ ആരുള്ളത്? ചക്രവാണിയൊക്കെ ഇപ്പൊ MLA-മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗൗരിയമ്മ പോയപ്പോ 1 ലക്ഷം ആൾക്കാരാ പോയത്. ഇപ്പൊ JS ഒരു പാർട്ടി പോലും. അന്നൊക്കെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, ഇപ്പൊ കുറെ കൂറകളല്ലേ പാർട്ടി ഭരിക്കുന്നത്. പിന്നല്ലേ നമ്പ്യാരെ അൻവർ. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഓരോ കാലങ്ങളിൽ ഓരോരുത്തർ പാർട്ടി വിട്ടുപോകുമ്പോൾ അത് ഏത് പാർട്ടിയിൽ നിന്ന് പോയാലും അവരുടെ കൂടെ കുറെ ആൾക്കാർ മറ്റു പാർട്ടിയിലുള്ള മോഹഭംഗം വന്നവരൊക്കെ അവരുടെ കൂടെ ചേർന്ന് കുറെ സ്ഥാനമാനങ്ങൾക്ക് നിൽക്കുക. അത് 1-2 ഇലക്ഷൻ കഴിയുമ്പോൾ അതുകൂടെ തീരും. 4 MLA ഉണ്ടായിരുന്നു JS 2001. ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനും നമ്മൾ താരതമ്യം ചെയ്യുന്നു വേണ്ട. ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് കൺവിൻസിംഗ് അല്ല. RSPക്ക് എത്ര MLA ഉണ്ടെന്ന് ചോദിക്കേ? ഈ ആവശ്യം നിങ്ങളോടല്ല, നമ്പ്യാരെ ആവശ്യമില്ലാത്ത അയാൾക്ക് മര്യാദക്ക് ഇരിക്കാൻ പറയും. അപ്പൊ അയാളോട് അരമണിക്കൂർ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോൾ. നമ്പ്യാർ ഞാൻ ഇയാളിരുന്ന് ചർച്ച ചോദിക്കുമ്പോ തന്റെ അവസരം വരുമ്പോൾ ചോദിക്കുക. അല്ല, അയാൾ 20 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ ഇവരെക്കാട് ബേല കാണിക്കരുത്.
ഒന്നുകിൽ നിങ്ങൾ ആരാ നിങ്ങൾ ആരാ വിവരക്കേട് താനെന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാ എത്ര എം എൽ എമാരുണ്ടെന്ന് ചോദിച്ചു. അതിൽ നിങ്ങൾക്ക് എന്താ എത്ര എം എൽ എമാരുണ്ട്? നിങ്ങൾ ഏത് പാർട്ടിയിലാ ഉള്ളത്? നിങ്ങളുടെ പാർട്ടി ഏതാ? നിങ്ങൾക്ക് വല്ല പാർട്ടി ഉണ്ടോ? നിങ്ങളുടെ പാർട്ടി ഏതാ നാട്ടിൽ പറ. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽ എത്ര എം എൽ എമാരുണ്ട്? നിങ്ങൾ വലിയ മറ്റു പാർട്ടികളെ കുറിച്ച് വലിയ വർത്തമാനം പറയുന്നു. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ഏത് മുന്നണിയിലാ? നിങ്ങളുടെ പാർട്ടിക്കാരൻ. എനിക്ക് പാർട്ടി ഇല്ലുവാ. എനിക്കൊരു പാർട്ടിയില്ല. എനിക്കൊരു പാർട്ടിയില്ല. നിങ്ങൾ LDF എന്ന് പറഞ്ഞു. LDF-ലാണോ നിങ്ങൾ? നിങ്ങൾക്ക് എത്ര എം എൽ എമാരുണ്ട്? നിങ്ങൾ മറ്റു പാർട്ടിയിലെ എം എൽ എമാരെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എത്ര എം എൽ എമാരുണ്ട്? നിങ്ങൾക്ക് ഒരു ചുക്കില്ല. നിങ്ങൾ വെറും മൂട്ടയാ. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണേ. ഇനി മേലെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവസരം തരണേ. ചർച്ചയ്ക്ക് വിളിച്ചേക്കരുത്. ഇന്ന് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു. അല്ല അങ്ങനെ ഒരു വിവരക്കേട് കൊണ്ടില്ല. നിങ്ങൾ അയാളെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരെ പോയി വിളിച്ചാൽ പേര് വിളിച്ച് സംസാരിക്കാതെ. നിങ്ങൾ ആദ്യം പേര് വിളിച്ച് സംസാരിക്കാൻ പഠിക്കും. അയാളെന്നൊക്കെ പറയാതെ അയാളെന്നൊക്കെ പറയാതെ പേര് വിളിച്ച് സംസാരിക്കാൻ പറയും. നിങ്ങളുടെ വലിയ രാഷ്ട്രീയ നേതാവെന്നല്ലേ പറയുന്നത്. നമ്പ്യാരെ, ഇടതുപക്ഷത്തിലുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ RSP ലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് രജിസ്ട്രേഷൻ ഉള്ള പാർട്ടിയാ. ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എത്ര എം എൽ എമാരുണ്ട്? ഒരു MLA ഉണ്ട്. ഒരു MLA ഉള്ളൂ. ആ MLA ഉള്ള നിങ്ങളാണ് മറ്റു പാർട്ടിയുടെ MLA-മാരെ അധിക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ഇയാൾക്ക് എന്താ യോഗ്യതയാണ്? ഇയാൾ CPM-ന്റെ എച്ചിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളാണ് നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കും. മാന്യമായി സംസാരിക്കാൻ പഠിക്കാതെ നിങ്ങൾ വലിയ നേതാവ്, നിങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടറി. എന്ത് സ്റ്റേറ്റ് സെക്രട്ടറി? നിങ്ങളുടെ വലിയ സ്റ്റേറ്റ് സെക്രട്ടറി. എച്ചിൽ നിന്നൊക്കെ പറയുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം. നിങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരമാണ് എച്ചിൽ നിന്നുന്നത്. നിങ്ങൾ മാനമര്യാദ സംസാരിക്കാൻ പഠിക്കാതെ. കാരണവന്മാരൊക്കെ കുറച്ച് മിതത്വം പാലിക്കണം. കാരണവന്മാർ തമ്മിലടിക്കുന്ന മോശമാണ്. മാന്യമായി സംസാരിക്കും. അനാവശ്യമാണ്. അദ്ദേഹം പറയട്ടെ. സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇവർ ഇത്രയും സംസാരിച്ചു. ഞാനൊരു അക്ഷരം മിണ്ടാതിരിക്കുക. എന്ത് പറഞ്ഞാലും അത് ഷോൺ ജോർജ് വിട്ടിരിക്കുന്നു. ഷോൺ ജോർജ് പല അക്ഷരം പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞാലും ഇടപെടത്തില്ല. എന്റെ അവസരം കിട്ടും. ഞാൻ കാര്യം അങ്ങനല്ല. അങ്ങനെ സംസാരിക്കരുതല്ലോ. ഞാൻ ഷോൺ ജോർജോട് സെക്രട്ടറിയോട് സംസാരിച്ചത്. ഒരാൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ വേറെ ആൾ സംസാരം ഞാനപ്പോ ഷോണിനെ എച്ചിലൊന്നും പറയില്ല. സാമാന്യ മര്യാദയാണ്. നിങ്ങൾ വേറെ വല്ലയിടത്തും പറഞ്ഞാൽ മതി. അതിന്റെ ആൾക്കാർ പോലെ വിവരം കെട്ടവരിക്കും മേലാൽ ചർച്ചയ്ക്ക് വിവരം കെട്ടവർ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരാ. വിവരം കെട്ടവർ മേലെ ഞാൻ പല രണ്ടുപേരും മുതിർന്ന അങ്ങനെ പോവില്ല. നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ അംഗീകരിക്കില്ല. വിവരം കെട്ടൊന്നും വിളിച്ചാൽ അംഗീകരിക്കില്ല. ഓക്കെ ഷാജാൻ പ്ലീസ്. തുടരാം പ്ലീസ്. ഇല്ലില്ല, ഞാൻ ചർച്ച എടുക്കുന്നില്ല. അങ്ങനെ പറയാതെ. ഇല്ലില്ല, ഞാൻ ഇനി മേലാൽ ഞാൻ ഇരിക്കുന്ന ചർച്ച പങ്കെടുക്കത്തു. ഷോണെ, ഷാജഹാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി. ആദ്യമായി തന്നെ പറയട്ടെ, അദ്ദേഹത്തെ പോലെ തന്നെ പിണറായി വിജയൻ ജയിലിൽ പോകണമെന്ന് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് സംശയമില്ല. കാരണം പിണറായി വിജയൻ ആരാണെന്ന് കഴിഞ്ഞ 20 വർഷമായ അനുഭവത്തിലൂടെയും എൻ്റെ പഠനത്തിലൂടെയും എൻ്റെ അനുഭവം കൊണ്ടും ഒക്കെ ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷാജഹാൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള വ്യക്തി പിണറായി വിജയനാണ്. എന്തിന് നമ്മുടെ ആങ്കറിനെ തന്നെ എടുത്തു നോക്കിയോ, അനിലേട്ടനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള പിണറായി വിജയനാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ സമൂഹത്തുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളായി നിന്നുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു SFI അന്വേഷണത്തിന് ഞാൻ പരാതി കൊടുത്തു, ഞാൻ എൻ്റെ പുറകെ ജോലി ചെയ്യുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് മുമ്പ് നിരവധി ആളുകൾ ഇതിൻ്റെ പുറകെ പോയി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവരാണ്. നിരവധി ആളുകളുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ കേസിന് സമയത്ത് ED ഇതുമായി ബന്ധപ്പെട്ട ഒരു ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. പ്രിഡിക്റ്റീവ് ഒഫൻസ് ഇല്ലാതെ സംസ്ഥാന പോലീസിനോട് ഒരു പ്രിഡിക്റ്റീവ് ഒഫൻസ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് ഒരു കത്ത് കൊടുത്തതിന് ശേഷം ഒരു ECIR രജിസ്റ്റർ ചെയ്തു.
100% ഈ കേസിനെ ദുർബലപ്പെടുത്താനാണ് ED അത് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതെൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ പാർട്ടിയുടെ നിങ്ങളെല്ലാം പല ആരോപണങ്ങൾ പറയാറുണ്ടല്ലോ, പല ആരോപണങ്ങൾ ഞാൻ പറയാറുണ്ട് പാർട്ടിക്കെതിരെ. ആ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ഞാൻ EDക്കെതിരെ ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ലല്ലോ, ഇന്നിവിടെ പറയേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ DGP ആയി റിട്ടയർ ചെയ്തൊരു വ്യക്തിയെ കൊച്ചിയിൽ വന്ന് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ IPS ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാ സിവിൽ സർവൻസുമായിട്ടും ഏറെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ IPS ഉദ്യോഗസ്ഥൻ, കേരളത്തിന്റെ മുൻ DGP ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അജിത് കുമാർ. എന്തുകൊണ്ട് അജിത് കുമാറിനെ പലപ്പോഴും ലോകനാഥ് ബെഹ്റ, അത് ഇവിടുത്തെ ഞാനൊരു കാര്യം പറയാം, ലാവ്ലിൻ കേസിന്റെ സമയത്ത് സംഭവിച്ച പോലെ തന്നെ ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിലും അത് കഴിഞ്ഞുള്ള കേസിലും വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് ബോധ്യപ്പെടുത്തുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് കസ്റ്റംസിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഗവേഷണം തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. വർഷം കുറച്ച് വെച്ചാൽ അങ്ങയുടെ മുമ്പിലൊന്നും ഒന്നുമല്ല കേട്ടോ, എങ്കിൽ പോലും 2 വർഷമായി ഞാൻ നല്ല പുറകെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ ഒരു ഫേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ ഭൂമി ഇടപാടും അവിടുത്തെ ഒരു ഇടപാട് സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. ഞാൻ അതിൻ്റെ പുറകെ പോയി. ഇതെല്ലാം ചെന്നിട്ട് നമുക്ക് കൃത്യമായിട്ടറിയാം ഇത് അങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ ഇത് ചെന്നു നിൽക്കുന്നത് മൗറീഷ്യസിലാണ്. അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ടിപ്പുറം കൊണ്ട് അവസാനിക്കുകയാണ് ഇതെല്ലാം. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ പല ആളുകളും സ്വപ്ന സുരേഷിനെയും സരിതേനെയൊക്കെ ഒരേ ഗ്രേഡിൽ കണ്ടു. സ്വപ്ന സുരേഷ് ഈ ഒറ്റ തെറ്റേ ഉള്ളൂ, ആ ശിവശങ്കരൻ എന്ന് പറയുന്ന മനുഷ്യനെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ തെറ്റേ ഉള്ളൂ. ഒരു നല്ല സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ പുറകെ പോയതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഴുവൻ കാര്യങ്ങളും സത്യമാണ്. അവർ പറഞ്ഞില്ലേ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് കാശ് മേടിച്ചെന്ന്. ഞാൻ പറയുന്നു 2,82,00,000 രൂപ വീണ വിജയന്റെ ദുബായ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ലാവ്ലിൻ കേസിൽ ലാവ്ലിൻ്റെ പൈസ ലാവ്ലിൻ ഞാൻ ഇപ്പോൾ പറയുന്നു, ഞാൻ BJPയുടെ ഭാഗമായിട്ടിരിക്കുന്നതുകൊണ്ട് ഭാഗമായി തന്നെ പറയുന്നു, ലാവ്ലിൻ കേസ് എവിടെ എത്തില്ല. ലാവ്ലിൻ കേസിന് അന്വേഷണം നടന്ന കാലഘട്ടത്തിൽ ഇവിടെ ആരായിരുന്നു പ്രധാനമന്ത്രി? അന്ന് കോൺഗ്രസും CPM ഇവർ രണ്ടല്ലേ, ഏതെങ്കിലും കാലത്ത് അവർ മുന്നണി പോലുമല്ല. അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആ അന്വേഷണം നടന്നത്. ആ അന്വേഷണം അപ്പോൾ അത് നരേന്ദ്രമോദിയുടെ കുഴപ്പം കൊണ്ടാണോ? ആ ലാവ്ലിൻ കേസ് എവിടെ എത്തി? ഇപ്പോൾ അത് കേസ് മാറ്റിവെക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ കേസ് മാറ്റിവെച്ചാൽ ഇല്ലെങ്കിലും ലാവ്ലിൻ കേസിൽ പിണറായിയെ ശിക്ഷിക്കാൻ തക്ക ഒന്നും ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിന് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ലാവിൽ നിന്നും പണം എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ തൃശ്ശൂർ വന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ച കാര്യം പറഞ്ഞു. എന്ത് ലാഭമാണ് BJPക്ക് ഈ പിണറായി വിജയനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ലാഭം ഉണ്ടായി? BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് രാഷ്ട്രീയപരമായി കൃത്യമായ ചിന്താഗതി അജണ്ടയുണ്ട്. പക്ഷേ പിണറായി വിജയനെ ലാഭം സംരക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? പിണറായി വിജയന്റെ പൂരം കലക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ സീറ്റ് കിട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം മാത്രമേ മറുപടി പറയാനുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റ കാര്യം, കേരളത്തിലെ കേന്ദ്ര അത് ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവിടെ RSSന്റെ നേതാക്കളെ ഇവിടെ ADGP RSSന്റെ നേതാവിനെ കണ്ടെന്ന് പറഞ്ഞു. ADGP ആരെ കണ്ടു എന്തെന്നുള്ളതല്ല, പക്ഷേ എന്തു വലിയ തെറ്റാണ്. RSSന് ഞാൻ ഇന്നലെ RSSന്റെ കാര്യത്തിൽ പോയി RSSന്റെ ഞാനൊരു കാര്യം പറയട്ടെ, പാണക്കാട്ട് തങ്ങളെ പാണക്കാട്ടു ഇവിടെ കേരളത്തിൽ ഇവിടെ പറഞ്ഞു പരത്തുന്ന ഒരു വിഷയം, പാണക്കാട്ടു തങ്ങളെ കാണാൻ ആർക്കെങ്കിലും പോകാമെങ്കിൽ RSSന്റെ നേതാക്കളെ കാണാനും പോകാം. ഞാൻ പറയുന്നു, ആർക്കെങ്കിലും പോകാൻ അവകാശമുണ്ടെങ്കിൽ RSS നേതാക്കളെ കാണാൻ പോകാൻ അവകാശമുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ ബഹുമാനം കൊണ്ട് ഞാൻ വലിയ ബഹുമാനം കൊണ്ട് കാണുന്ന ഇവിടെ ചർച്ചയ്ക്ക് മോഡറേറ്റർ ഉണ്ട്. ചർച്ചയ്ക്ക് മോഡറേറ്റർ ആകാൻ എല്ലാവരും എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഒരു ലാഭം BJPക്ക് ഉള്ള ഒരു ലാഭം ഒന്ന് ചൂണ്ടിക്കാണി. BJPക്ക് ആകെപ്പാടെ നമുക്ക് ഇല്ല, അതിലേക്ക് പോകണം. ഷോണ ഒറ്റ കാര്യം, അതായത് ഈ കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിണറായി വിജയൻ നിയന്ത്രിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് 100% യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ കേരളത്തിലെ കേന്ദ്ര
ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ പറഞ്ഞു കേന്ദ്ര തീരട്ടെ, അന്വേഷണ പറയട്ടെ. ഏജൻസികളുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. കൊച്ചി ഇഡി ഓഫീസിനെതിരെ പരാതി കൊടുത്ത ബിജെപിക്കാരാണ് ഞാൻ. അറിയാം, എനിക്കറിയാം. മറ്റൊരു കാര്യം നോക്കൂ, ഇവിടെ പരാതി കൊടുത്ത ആളാണ് ഞാൻ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച പരാതി കൊടുത്തത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ കൊടുത്തത്. അഡ്വക്കേറ്റ് ഷോൺ, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഈ ഇ ഡി ഉദ്യോഗസ്ഥരുണ്ടല്ലോ, രാധാകൃഷ്ണൻ. ഒരു മിനിറ്റ്, അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടറാണെന്ന് തോന്നുന്നു. ആ രാധാകൃഷ്ണനാണ് ഇതെല്ലാം ചോർത്തി കൊടുത്തത് പിണറായിക്ക്. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം കരുവന്നൂർ കേസ്, അതിൻ്റെ അവസ്ഥ എന്താ? കരുവന്നൂർ കേസ് അന്വേഷിക്കാൻ ഇതേ രാധാകൃഷ്ണനെ, പി രാധാകൃഷ്ണനാണ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ കരുവന്നൂർ കേസ് അന്വേഷണം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയാമല്ലോ. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ തുറന്ന് പറയണ്ടേ? അപ്പോൾ നോക്കൂ, കേരളത്തിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പിണറായി വിജയന് അടിയറവ് വെച്ചോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അത്രേ ഉള്ളൂ. അത് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തണം. അത് മേലെ ഇരിക്കുന്നവർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിയറ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകില്ല എന്നുള്ള സൂചന തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ അന്വേഷണ ഏജൻസികളിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ഹോം മിനിസ്റ്ററെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് മതി, റിട്ടേൺ പെറ്റീഷൻ. ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഷോൺ പറഞ്ഞ രാഷ്ട്രീയ വിഷയം പൂരം, അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതല്ല നമ്മുടെ ചർച്ചാ വിഷയം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഷോൺ ചോദിച്ച അടിസ്ഥാനപരമായ ചോദ്യം എന്താ? അടിസ്ഥാനപരമായ ചോദ്യം, പിണറായി രക്ഷിച്ചതുകൊണ്ട് ബി ജെ പിക്ക് എന്താണ് ഗുണം? ഇതാണല്ലോ ഷോണിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ആ പിണറായി വിജയനെ രക്ഷിച്ചതുകൊണ്ട് ബി ജെ പിക്ക് ഗുണമില്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയനെ അവർ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിന് ലാവ്ലിൻ കേസിൻ്റെ അന്വേഷണം നീട്ടിവെക്കുന്നു? ഇവിടെ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ കാര്യം അനിൽ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചുകൂടെ വിശദമായി പറയാം. ഈ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് ഇ ഡി അന്വേഷണത്തിൻ്റെ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിനിറ്റ് ബൈ മിനിറ്റ് വിവരം ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ, അത് കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി വന്ന് കണ്ടുപിടിച്ചു. ഐ ബി വന്ന് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചതിനെ തുടർന്നിട്ടാണ് ആ രാധാകൃഷ്ണനെ ഇവിടുന്ന് എങ്ങോട്ടാണ് മാറ്റിയത്? ചെന്നൈയിലോട്ട് മാറ്റി. ആ ചെന്നൈയിലോട്ട് മാറ്റിയ രാധാകൃഷ്ണനെ എന്തിനാണ് ഷോൺ ജോർജ് കരുവന്നൂർ അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്? എവിടെ പോയി കരുവന്നൂർ കേസ്? പിന്നെ കസ്റ്റംസിൻ്റെ അന്വേഷണം സുതാര്യമായി കൊണ്ടുവന്നിരുന്ന ഇവിടുത്തെ കമ്മീഷൻ എന്തോ സുജിത് കുമാർ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. രായ്ക്ക് രാമാനം അയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ എന്തിനാണ്? സുനീത് കുമാർ അയാളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ എന്തിനാണ്? ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഒരാണുമുവിയുടെ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? ഇപ്പോൾ മൂന്നാം തവണ പിന്നെ ഷോൺ ജോർജിൻ്റെ പരമോന്നത നേതാവ് പ്രധാനമന്ത്രിയായിട്ട് 4 മാസം കഴിഞ്ഞല്ലോ. എത്ര അന്വേഷണങ്ങൾ കിടപ്പുണ്ട്? ഏതെങ്കിലും ഒരു അന്വേഷണം അനങ്ങിയോ? ഇ ഡിക്ക് എന്താണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ താല്പര്യമില്ലെന്ന് ചോദിച്ചത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ്. പിന്നെ ഷോൺ ജോർജ് ഇവിടെ പറഞ്ഞല്ലോ ലാവ്ലിൻ കേസിലൊന്നും ഇല്ലയെന്ന്. അതൊന്നും ഞാൻ അംഗീകരിച്ച് തരില്ല ഷോൺ ജോർജ്. കാരണം 2005 മുതൽ 2003 മുതൽ ആ കേസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാനൊരു ചെറിയ കാര്യം മാത്രം പറയാം. ആ ലാവ്ലിൻ കേസിൽ 3 പേരെ പിന്നെ വിചാരണ നേരിടണമെന്ന് 2017 കേരള ഹൈക്കോടതി തീരുമാനിച്ചു. ആരാണ്? ശിവരാജൻ, പിന്നെ പിന്നെ രാജശേഖരൻ നായർ, പിന്നെ വേറൊരാൾ എന്തോ ഒരു അയ്യർ. ആ അയ്യർ മരിച്ചുപോയി. ആരാണ് ഈ 3 പേര്? ശിവരാജൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ, മരിച്ചുപോയ ആൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ രാജശേഖരൻ നായർ അവിടുത്തെ അക്കൗണ്ട്സ് മെമ്പർ. അവർ 3 പേരും വിചാരണ നേരിടണം എന്ന് പറയുന്നു. ആരാ? അവർ കീഴ് ജീവനക്കാർ. വിചാരണ നേരിടണമെന്നും പറഞ്ഞ് പിന്നെ കുറ്റമുക്തരാക്കിയവരാരാ? വൈദ്യുതി മന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനേന്ദ്രൻ, ഊർജ്ജ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി പിന്നെ കെ ഫ്രാൻസിസ്. അപ്പം നയം തീരുമാനിക്കുന്ന 3 പേരും കുറ്റവിമുക്തർ. നയം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ വിചാരണ നേരിടണം. ഇതാണ് എഴുതി വച്ചിട്ടുള്ളത്.
ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ള ആ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ മുഴുവൻ അച്യുതാനന്ദന് കൊണ്ടുണ്ടായിരുന്നപ്പം ശേഖരിച്ച ഒരാളാണ് ഞാൻ. ആ കേസാണ് ബെഞ്ചിൽ വന്നും ബെഞ്ചിൽ വരാതെയും 50 തവണ മാറ്റിവെച്ച കേസ്. ആ കേസ് യഥാർത്ഥത്തിൽ ബെഞ്ചിൽ വന്നാൽ 5 നിമിഷം മതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാൻ. എന്താ കാര്യം? നയം നടപ്പിലാക്കിയവർ കുറ്റവും മുക്തര്. എന്തൊരു തോന്നിയാസാ ഇത്? എല്ലാവരും കൂടെ വിചാരണയ്ക്ക് പോകട്ടെ എന്ന് 1 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിക്ക് പറയാവുന്ന കേസാണ് 2017 ഒക്ടോബർ 10 മുതൽ. എന്താ 2017 ഒക്ടോബർ 10 മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കിടന്ന് ചെതല് പിടിക്കുകയാണ് ആ കേസ്. ആ കേസ് എന്തുകൊണ്ട് വരാത്തത്? അത് പിണറായി വിജയനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അനങ്ങാത്തത്, ഡോളർ കള്ളക്കടത്ത് കേസ് അനങ്ങാത്തത്, SFI അന്വേഷണം അനങ്ങാത്തത്, ഇതൊക്കെ പിണറായി വിജയന് ഇതുകൊണ്ട് ഗുണമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് അനക്കാതെ വെക്കുന്നത് എന്നുള്ള ചോദ്യമാണ് എൻ്റെ ചോദ്യം. അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ചോദ്യമാണ്. ആ ചോദ്യമൊന്നും ജോൺ ജോർജ് പറഞ്ഞുകൊണ്ടൊന്നും ഇല്ലാതായി പോകില്ല. ജോൺ ജോർജ് ഇയാളെ സഹായിച്ചുകൊണ്ട് BJP-യുടെ ഗുണമെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് സഹായിക്കുന്നത്? ബാക്കിയെല്ലാം ഞാൻ അംഗീകരിക്കും. പിന്നെ എന്തിനാണ് സഹായിക്കുന്നത്? ഗുണമില്ലെങ്കിൽ പിന്നെ സഹായിച്ച എന്തിന്? ചുമ്മാ അങ്ങ് സഹായിക്കണം. വെറുതെ ഞാൻ അനിൽ നമ്പ്യാരെ ചുമ്മാ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കാം എന്നിരിക്കുന്ന തലയ്ക്ക് ഭ്രാന്താണ്. ഉന്നയിക്കാം. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ടൈറ്റായിട്ട് ഈ കേസ് ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ ഈ നിമിഷം തന്നെ പറയട്ടെ, ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിൻ്റെ BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇല്ല എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഈ വിഷയത്തിലൊക്കെ ഇന്നലെ ചേർന്ന സംസ്ഥാന നേതൃത്വത്തിലും ഉൾപ്പെടെ സംസ്ഥാന അയസ് അനങ്ങും സഖാവയെ വെയിറ്റ് ചെയ്തു. ഒന്ന് വെയിറ്റ് ചെയ്യൂ കേസുകളൊക്കെ നരേന്ദ്രമോദി ആണെങ്കിൽ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളത് തെളിവ് സഹിതം കാണും. സക്കറിയ ജോർജ് എന്തായാലും ഗവർണർ റിപ്പോർട്ട് ചോദിക്കും. എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുക മുഖ്യമന്ത്രി? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇനി എന്ത് റിപ്പോർട്ട് കൊടുക്കാനാ? അല്ല, എന്ത് റിപ്പോർട്ട് കൊടുത്താലും ഗവർണറിന് ഇതിനകത്തുള്ള അധികാരം ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏജൻസി കൊടുക്കുന്നത് സത്യസന്ധമല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ഫൂൾ ചെയ്യുവാണ് നമ്മുടെ വ്യവസ്ഥിതി. അപ്പം 1993 വോറ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞായിരുന്നു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. പിന്നെ അദ്ദേഹം ജമ്മു കാശ്മീർ ഗവർണറായി. അദ്ദേഹം കൊടുത്തായിരുന്നു ഈ ക്രിമിനൽ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റ് പോലീസ് നെക്സസ്. ഇപ്പം 30 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അൻവർ വിളിച്ചു പറഞ്ഞു എല്ലാവരും തമ്മിൽ അന്തർധാരയാണ്, മേളിൽ എല്ലാവരും തമ്മിൽ നെക്സസ് ആണെന്ന് കഴിഞ്ഞ ദിവസത്തെ മലപ്പുറം ഇതിൽ പറഞ്ഞു. അതൊരു സത്യമാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നതിനകത്തൊന്നും ഇവിടെ നെക്സസ് ആണ്. സത്യം പറഞ്ഞാല് ശങ്കരാടിയുടെ ഫോട്ടോ, ഈ അന്തർധാര, ഈ പറയുന്ന കുറ്റവാളികളുള്ള അന്തർധാര ഗാന്ധിജിയുടെ ഫോട്ടോയുടെ താഴെയായിട്ട് എല്ലാ സർക്കാർ ഓഫീസിലും വെച്ച് അദ്ദേഹത്തെ സ്മരിക്കണം. കാരണം ഈ അന്തർധാരയാണ് ഇന്ത്യയെ നശിപ്പിച്ച് നാശമാക്കി ഇവിടുത്തെ നല്ല കുട്ടികളെല്ലാം ഈ രാജ്യം വിട്ടു പോകുന്നത്. അവസാനം കുറ്റവാളികൾ മാത്രം ജീവിക്കുന്ന സൊമാലിയ മാതിരിയോ അല്ലെ അതിലും മോശപ്പെട്ട ആഫ്രിക്കൻ രാജ്യം പോലെ ഈ രാജ്യമാകും. ഈ രാജ്യത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെ, അത് ശശികല കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, അമിതാഭ് റോയും അദ്ദേഹത്തിന്റെ ഒരു സപ്ലിമെന്ററി ജഡ്ജിമെന്റ് ഇത് പറഞ്ഞു, ഇതെല്ലാം നശിപ്പിച്ച് നാശമാക്കി കൈത്തരും. കാര്യം ഇവിടെ വാഴുന്നത് ക്രിമിനൽസ് ആണ്. ബൈ ദ ക്രിമിനൽസ്, ഫോർ ദ ക്രിമിനൽസ് ആൻഡ് ഓഫ് ദ ക്രിമിനൽസ്. അങ്ങനൊരു സിസ്റ്റം ഇന്ത്യയെ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ ആഗ്രഹം. ഷോണ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പെട്ടെന്ന് 1 മിനിറ്റ്. മറ്റൊന്നുമല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് മാത്രം ചർച്ച ചെയ്യരുത്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി എടുത്തിട്ടുള്ള പോളിസികൾ, കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന PR ഏജൻസി, അവരുടെ പുറകിൽ നടക്കുന്ന വർഗീയ ധ്രുവീകരണം, അവരുടെ പുറകിൽ നടക്കുന്ന കള്ളക്കടത്ത്, അവരുടെ പുറകിൽ നടക്കുന്ന അഴിമതി, ഇതെല്ലാം ഒരേപോലെ ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും യഥാർത്ഥ കള്ളന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ്. സർക്കാർ സ്വർണ്ണക്കടത്ത് മറച്ചത് എന്തിന് എന്നാണ് ഗവർണർ ചോദിച്ചത്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സർക്കാർ ആയതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടത്ത്
മറച്ചത് എന്ന് നിസ്സംശയം പറയാം. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പറയും.